السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. ഇങ്ങനെ ഒരു വേദിയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുവാൻ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് നന്ദി അള്ളാഹുവിനെ ഇത്തിബാ ചെയ്തുകൊണ്ട്, അള്ളാഹുവിൻ്റെ റസൂലിനെ ഇത്തിബാ ചെയ്തുകൊണ്ട് ജീവിച്ച് മരിക്കാൻ ഉള്ള തൗഫീക്കിന് വേണ്ടി ഞാൻ ആദ്യമായി ദുആ ചെയ്യുകയാണ്. ഈ ഒരു വിഷയം, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ള ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ഈ ഒരു ഹദീസ് നിങ്ങൾ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ മുഅ്മിനു ഖവിയ്യുൻ ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനു ദഈഫ് വ ഫീ കുല്ലി ഖൈറിൻ അഹ്റിസ് വ ഫീ കുല്ലി ഖൈറിൻ ഇഹ്റിസ് അലാ മാ യൻഫഉക വസ്തഈൻ ബില്ലാഹ് വലാ തഅജിസ് വഇൻ അസാബക ഷൈഉൻ ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കദാ കാന കദാ വകദാ വലാകിൻ ഖുൽ ഖദറുല്ലാഹി വമാ ശാഅ ഫഅല ഫഇന്ന ലൗ തുഫ്തഹു അമല ശൈത്താൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു ശക്തമാനായ മുഅ്മിൻ, ഖവിയായിട്ടുള്ള മുഅ്മിൻ, ആരോഗ്യവാനായ, ധൈര്യമുള്ള, തൻ്റെടമുള്ള ഒരു മുഅ്മിൻ, അങ്ങനെയല്ലാത്ത ഒരു മുഅ്മിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളതും അതേപോലെ തന്നെ ഖൈറുമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എല്ലാവരിലും നന്മയുണ്ട്. വഫീ കുല്ലി ഖൈർ ഇഹ്റിസ് അലാ മാ യൻഫഉക, നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതിനെ നിങ്ങൾ കാംക്ഷിക്കുക, അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ പരിശ്രമിക്കുക. വസ്തഈൻ ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുക. വലാ തഅജിസ്, നിങ്ങൾ ദുഃഖിക്കരുത്. വഇൻ അസാബക ഷൈഉൻ, എന്തെങ്കിലും ഒന്ന് നിങ്ങളെ ബാധിച്ചാൽ, ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കാന കദാ വകദാ, എന്തെങ്കിലും ഒരു ദോഷം, ഒരു പ്രയാസം നിങ്ങളെ ബാധിച്ചാൽ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു എന്ന് നിങ്ങൾ പറയരുത്. പക്ഷെ നിങ്ങൾ എന്ത് പറയണം? ഖുൽ ഖദറുല്ലാഹി വമാ ശാഅ ഫഅല, നിങ്ങൾ പറയുക, അള്ളാഹു ഉദ്ദേശിച്ചത് അവൻ പ്രവർത്തിച്ചു. ഫഇന്ന ലൗ തഫ്തഹു അമല ശൈത്താൻ, എങ്കിൽ എന്ന് പറയുന്നത് ശൈത്താന്റെ പ്രവർത്തനങ്ങൾക്കുള്ള വാതിൽ തുറന്നു കൊടുക്കലാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഹദീസ് കൊണ്ടുവന്നത് എന്തിനാന്ന് വെച്ചാൽ, നല്ല ആരോഗ്യം, അതിനുവേണ്ടി പ്രയത്നിക്കലും അത് നിലനിർത്തലും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലേക്കുള്ള ഒരു വഴിയാണ് എന്ന ഒരു ഭാഗം നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു തലത്തിലേക്ക്, വേറൊരു ലെവലിലേക്കാണ് അത് പോകേണ്ടത്. ഒരാളുടെ പല ആളുകളും ആരോഗ്യത്തെക്കുറിച്ച് അശ്രദ്ധരാണ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ വലിയ ഗൗരവത്തിൽ നമ്മൾ എടുക്കുന്നില്ല. എന്താണെങ്കിലും മരിക്കേണ്ട ശരീരമല്ല എന്നുള്ള നിലക്കാണ് ആളുകൾ അതിനെ നോക്കിക്കാണുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ ഇഷ്ടവും അള്ളാഹുവിൻകൽ ഖൈറുമാണ് ഒരു ഖവിയായിട്ടുള്ള മുഅ്മിൻ എന്ന തലത്തിലേക്ക് നമ്മൾ ഇതിനെ നോക്കിക്കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളും ആ ഒരു രൂപത്തിൽ നമ്മുടെ ആരോഗ്യത്തെ നോക്കിക്കാണണം എന്ന് ഉപദേശിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്താണ് ആരോഗ്യം? ലോകാരോഗ്യ സംഘടനയുടെ വിവക്ഷ പ്രകാരം ആരോഗ്യം എന്ന് പറഞ്ഞാൽ കേവലം ഒരു അസുഖത്തിൻ്റെ അഭാവമല്ല, ഒരു വീക്ക്നെസ്സിൻ്റെ, ഒരു
ക്ഷയം അല്ലെങ്കിൽ ഒരു ബലഹീനതയുടെ അഭാവമല്ല ആരോഗ്യം. എന്നാൽ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ഒരു ക്ഷേമാവസ്ഥയാണ് ആരോഗ്യം. വെറും ഒരു അസുഖമില്ല എന്നതുകൊണ്ട് അയാൾ ആരോഗ്യവാനാണ് എന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ വിവക്ഷ. അപ്പോൾ എന്ത് വേണം? നമുക്ക് ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലക്ക് വ്യക്തിഗതമായിട്ട് നമുക്ക് ആർജിച്ചെടുക്കാവുന്ന ഒന്നല്ല ആ തലത്തിൽ ആരോഗ്യം എന്ന് പറയുന്നത്. അവിടെ ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയുടെ ആവശ്യമുണ്ട് എന്നർത്ഥം. അതും നമ്മുടെ ആരോഗ്യമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മുടെ സമൂഹവും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. ആ നിലക്ക് നോക്കുമ്പോൾ ഈ ഒരു സാമൂഹിക അവസ്ഥ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന തരത്തിൽ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇസ്ലാമിൻ്റെ ആശയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടുള്ള ഒരു ജീവിതം അത് സമൂഹത്തിൽ ഉണ്ടായി വരുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു സമൂഹം ഉണ്ടായി വരിക. നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പല ആളുകളും പല ആശയത്തിൽ അവർ നിലകൊള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവരെല്ലാം ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ ക്ഷേമാവസ്ഥ തന്നെയാണ്. പക്ഷേ അവർ അവലംബിക്കുന്ന മാർഗങ്ങൾ പലപ്പോഴും എന്തല്ല മനുഷ്യ സൃഷ്ടികളാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഒരു വിശ്വസ് സർക്കിളിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പല കാര്യങ്ങളും വ്യക്തമാക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കരകയറാൻ സാധിക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന പിൻപറ്റിക്കൊണ്ടുള്ള ഒരു വ്യവസ്ഥ ഇവിടെ നിലനിൽക്കുമ്പോഴാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലിശ എന്ന സംവിധാനം എടുത്തു മാറ്റാതെ കണ്ട് അവിടെ നടക്കുന്ന ആ ചൂഷണത്തെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ സാധിക്കില്ല. എന്നാൽ നമ്മൾ പ്രവർത്തിക്കുന്ന പല ആശയങ്ങളും അതിനെതിരെ നിലകൊള്ളുന്നില്ല എന്നുള്ളതാണ് സത്യം. അതാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാമിക ആശയങ്ങളും അള്ളാഹുവിൻ്റെ ഗൈഡൻസ്, അള്ളാഹു നമുക്ക് തന്ന ഹിദായത്തും അതനുസരിച്ച് ജനങ്ങൾ ജീവിക്കുമ്പോഴാണ് അത്തരത്തിലുള്ള ഒരു ആരോഗ്യം നമുക്ക് കൈവരിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പ്രചരണം, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ആരോഗ്യവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. പല രൂപത്തിലുള്ള ഹറാമിൽ നിന്നും നമ്മൾ മാറി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യത്തിന് വലിയൊരു ബൂസ്റ്റ് ഉണ്ടാവുന്നു. നോമ്പായിക്കോട്ടെ, അതുപോലെ മറ്റുള്ള നീച പ്രവൃത്തികളായിക്കോട്ടെ, എല്ലാ ഹബീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയിട്ടുണ്ട്. സിഗരറ്റ് പോലെ അങ്ങനെയുള്ള മറ്റുള്ള മുഖദ്ദറായിട്ടുള്ള ലഹരി അങ്ങനെയുള്ളതെല്ലാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഇതാണ് നല്ല ഒരു ആരോഗ്യാവസ്ഥയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ ഒരു ആശയത്തിന് വേണ്ടി നിലകൊള്ളുകയും ഇത് മറ്റുള്ളവരെ മനസ്സിലാക്കുകയും അങ്ങനെ സമുദായം അതിലേക്ക് വരുമ്പം ഉണ്ടാവുന്ന ഒരു സാഹചര്യമുണ്ട്, ഒരവസ്ഥ ഉണ്ട്. അതായിരിക്കും ഇതിൻ്റെ പൂർണ്ണത. എന്നിരുന്നാലും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏകദേശം 26,000 രോഗങ്ങളുണ്ട്. 26,000. അതിൽ 6,000-ഓളം ജനിതകവുമായി ബന്ധപ്പെട്ടതാണ്. 400-ഓളം മാനസിക രോഗങ്ങളാണ്. ഇതിൻ്റെ നടുവിലാണ് നമ്മളുള്ളത്. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്വാഭാവികതയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രോബബിലിറ്റി നടക്കാനുള്ള ഒരു സാധ്യത കണക്കെടുപ്പിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊന്നും ആരോഗ്യവാന്മാരായി ഇരിക്കാൻ പാടില്ലാത്തതാണ്. ഇത്രയും രോഗങ്ങൾ കടന്നിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും അള്ളാൻ്റെ ഒരു നിഅമത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പക്ഷേ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന് പറഞ്ഞിട്ട്
നമ്മളൊക്കെ നമ്മുടെ ഒരു അവകാശമാണ് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളത്. ആ രൂപത്തിലാണ് നമ്മുടെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ നിഅമത്ത് ഒന്നുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഒരാൾ പോലും ചുമക്കാത്ത ഒരു സാഹചര്യം ഇത്രയും ആളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ് നമ്മൾ മനസ്സിലാക്കണം. അതിന് നന്ദി കാണിക്കാൻ നമുക്ക് ബാധ്യതയാണ്. ഇനി രോഗങ്ങൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ രണ്ടായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ജന്മന ഉള്ള രോഗങ്ങൾ, കഞ്ചനൈറ്റൽ എന്ന് പറയുന്ന ജന്മന ഉള്ള രോഗങ്ങൾ, പിന്നെ ജനിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന രോഗങ്ങൾ. ആ രൂപത്തിൽ നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മൾ അങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ ജനിച്ചു കഴിഞ്ഞ് വരുന്ന നമ്മുടെ രോഗങ്ങൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന് കമ്മ്യൂണിക്കബിൾ, മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് പകരുന്ന രോഗങ്ങൾ, നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് പകരുന്നതും അങ്ങനെയുള്ള കമ്മ്യൂണിക്കബിൾ രോഗങ്ങൾ. പിന്നെ നോൺ കമ്മ്യൂണിക്കബിളാണ് എന്നുവെച്ചാൽ ഹാർട്ടിൻ്റെ അസുഖം, അങ്ങനെ ഷുഗർ, അങ്ങനെയൊക്കെയുള്ള പകരാത്ത അസുഖങ്ങൾ, കൊളസ്ട്രോൾ, മറ്റുള്ള പല അസുഖങ്ങളുണ്ട്, മാനസികമായിട്ടുള്ളതും അങ്ങനെയൊക്കെ. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ രോഗങ്ങളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം ഇതിൽ ജന്മന ഉള്ളത് എന്ന് വെച്ചാൽ മൊത്തം രോഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് കാണാം. 3 കാരണങ്ങളാണ്. ഒന്ന് ജനിതകമായിരിക്കും, 2 പരിസ്ഥിതി സംബന്ധമായിട്ടുള്ളതായിരിക്കും, നമ്മളെ എൻവയോൺമെൻറ്റ്, 3 നമ്മളുടെ ജീവിതശൈലി സംബന്ധമായിട്ടായിരിക്കും. ഇതെല്ലാം ഇങ്ങനെ ഒന്ന് ഇത് മാത്രം എന്നില്ല, ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകളാണ്. എല്ലാ അസുഖത്തിലും ഈ എല്ലാ കമ്പോണൻറ്റും ഉണ്ടാവും. മനസ്സിലായി? ജനിതകം ഉണ്ടാവും, അതുപോലെ തന്നെ പാരിസ്ഥിതികമായിട്ടുള്ളതും ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മളെ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടതും ഉണ്ടാവും. മിക്കവാറും എല്ലാത്തിലും ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ജനിതകത്തിന് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അത് നമ്മളെ ജീൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കതിലേക്ക് വല്ലാണ്ടൊന്നും ഇടപെടാൻ സാധിക്കില്ല. എന്നാലും ചില പൊല്യൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മൾ പാരിസ്ഥിതികമായിട്ടുള്ള ചില വിഷയങ്ങൾ അതിൽ എഫക്റ്റ് ചെയ്യുന്നതുമുണ്ട്. നമുക്കത് കാണാം ഇൻഷാ അല്ലാഹ്. ഞാനിവിടെ ഒരു രസകരമായ ഒരു സംഭവം, രസകരമായെന്നല്ല, അള്ളാഹിൻ്റെ ഹിക്മത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്, ഇതാണ് ശരിക്കും നമ്മൾ നമ്മൾ സാധാരണ കോശങ്ങൾ അത് എപ്പോഴും നമ്മൾ പുതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ രക്തത്തിലുള്ള ചുവന്ന അണുക്കൾ അത് ഓരോ 3 മാസവും അത് പുതിയതാണ്. 3 മാസം മുമ്പുള്ള അങ്ങനെ ഓരോന്നും നമ്മളിപ്പോൾ ഈ നമ്മളിപ്പോൾ കാണുന്ന തൊലി പണ്ടുള്ള തൊലിയല്ല, എല്ലാം ഇങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കും. ആ സമയത്ത് എന്താ വെച്ചാൽ ഏത് കോശത്തിൽ നിന്നാണോ പുതിയ കോശം ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ആയിരിക്കും. എന്നാൽ നമ്മൾ അണ്ഡമോ ബീജമോ ഉണ്ടാവുമ്പോൾ അവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ ആ ജനിതകം എന്ത് ചെയ്യുന്നു, എല്ലാം കൂടെ അള്ളാഹ് എന്ത് ചെയ്യുന്നു, മിക്സ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഇത് ഉദാഹരണത്തിന് ഇത് രണ്ടും, ഇത് ഒന്നുകിൽ ഉമ്മയുടെ ആയിരിക്കും, ഇത് വാപ്പയുടെ ആയിരിക്കും. അപ്പോൾ ഈ നമ്മുടെ ഈ അണ്ഡമോ ബീജമോ ഉണ്ടാവുമ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്യുമല്ലോ. ഇത് പുതിയ ബീജം ഉണ്ടാവണം, അതിനു വേണ്ടി എന്ത് ചെയ്യും, ഇത് ഡിവൈഡ് ചെയ്യും. പക്ഷെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിനെ രണ്ടിനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അതിൻ്റെ മെറ്റീരിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ഓവർ ചെയ്യും, ഷഫിൾ ചെയ്യും. മനസ്സിലായി? അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാവുന്ന നമ്മളെ ബീജത്തിൽ നമ്മുടെ ഉമ്മാൻ്റെ അംശവും ഉണ്ടാവും, പാപ്പാൻ്റെ അംശവും കൂടെ കൂട്ടി കുഴച്ചാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സമയത്തൊക്കെ പല മിസ്റ്റേക്കുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളുടെ അമിതമായി ചിലപ്പോൾ ചൂട് കൊണ്ട്, അങ്ങനെ നമ്മൾ ചിലപ്പോൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് കൊണ്ട്, അങ്ങോട്ടേക്കുള്ള രക്തസ്രാവത്തിലുള്ള വ്യതിയാനം കൊണ്ട് ഒക്കെ എന്താവും, അതിലൊക്കെ ചില വ്യത്യാസങ്ങൾ സംഭവിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ വിഷയത്തിൽ നമുക്ക് ഇടപെടേണ്ടത് പ്രധാനമായിട്ടും പ്രാർത്ഥനയിൽ കൂടെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഒരു ഹഫലത്ത് നമുക്ക് ആവശ്യമാണ്. മനസ്സിലായില്ലേ? നമുക്ക് നല്ല കുട്ടികൾ ഉണ്ടാവാനും നല്ല ശക്തവാന്മാരായ നല്ല രോഗവിമുക്തരായ കുട്ടികളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ചില കടമ്പകളിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിവിടെ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള കൂടുതൽ ഒരു മനസ്സും അതിൻ്റെ ഒരു പ്രാധാന്യവും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല മ്യൂട്ടേഷന് കൊണ്ടും, അതുപോലെ തന്നെ ഈ സന്ദർഭത്തിലുണ്ടാകുന്ന ചിലപ്പോൾ 2 ജീന് ഒരുമിച്ച് പോകും. നമ്മൾ ഡൗൺ സിൻഡ്രം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ചില കുട്ടികളുണ്ടാവില്ല, ഒരു മൂൺ ഫേസ് ആയിട്ടുള്ള ഡൗൺ സിൻഡ്രം
അപ്പോൾ അവർക്ക് എന്താ ഒരു പ്രശ്നം, ആകെയുള്ളൊരു പ്രശ്നമാണ്, അതായത് 21ാമത്തെ ക്രോമോസോമിൽ 3 ചേർന്നു എന്നുള്ളതാണ്. അത് ഡിവൈഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള വിഷയങ്ങൾ അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പം ഇതിൽ നമ്മൾ ദുആ ചെയ്യണം. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യറുദ്ദു ഖദാ ഇല്ല ദുആ. ഖദാ, അള്ളാഹുവിൻ്റെ ഖദാ ദുആ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൽ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ദുആക്ക് പ്രാധാന്യമുണ്ട്. നമ്മുടെ ദുആ അള്ളാഹു പരിഗണിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഖദറിൽ മാറ്റങ്ങൾ അള്ളാഹു കൊണ്ടുവരും. അത് ഖദറിൻ്റെ ഭാഗം തന്നെയാണ്. ഈ ഖദായിലുള്ള മാറ്റവും ഖദറിൻ്റെ ഭാഗം തന്നെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് അസ്കാറുകൾ. നമ്മുടെ നിസ്കാരം സിക്റാണ്. വഖീമുസ്സലാ ലിസിക്രി, എന്നെ ഓർക്കാൻ വേണ്ടി നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കണം എന്നാണ്. നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ എത്ര അള്ളാഹിനെ ഓർക്കുന്നുണ്ട്. മുനാഫിക്കങ്ങളെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം, അവർ നിസ്കാരത്തിൽ എന്നെ കുറച്ചേ ഓർക്കുന്നുള്ളൂ എന്നാണ്. മുനാഫിക്കങ്ങൾ നിസ്കാരത്തിൽ എന്നെ കുറച്ചേ ഓർക്കുന്നുള്ളൂ എന്നാണ്. അപ്പോൾ നമ്മൾ എന്താണ് താരതമ്യം ചെയ്ത് നോക്കുക, നമ്മളെ നിസ്കാരത്തിൽ എത്രത്തോളം നമ്മൾ അള്ളാഹിനെ ഓർക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് കൂടാതെ ഉള്ള ദിക്റുകൾ ഖുർആൻ ദിക്റാണ്. അങ്ങനെ മറ്റുള്ള അസ്കാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. അതിലൊക്കെ ഹഫ്ളത്തുണ്ട്. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സമി, അല്ലാഹുമ്മ ആഫിനി ഫി ബസ്രി, ലാ ഇലാഹ ഇല്ല അൻത. അങ്ങനെ കുറേ അസ്കാറുകൾ നമുക്ക് കാണാൻ പറ്റും. രാവിലെയും വൈകുന്നേരമൊക്കെ ആയിട്ട് നമ്മൾ പഠിപ്പിച്ച അസ്കാറുകൾ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ നല്ല ആരോഗ്യം നമുക്ക് ഉണ്ടാവാനും അത് നിലനിർത്താനും ഒക്കെ ഇത് അത്യാവശ്യമാണ്. ഇനി പരിസ്ഥിതി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഏറ്റവും പ്രധാനം എന്താണ്, ക്ലെൻലിനെസ് ആണ്, ശുചിത്വമാണ്. വായുവിൻ്റെ ശുചിത്വം, വെള്ളത്തിൻ്റെ ശുചിത്വം, അതേപോലെ തന്നെ മണ്ണിൻ്റെ ശുചിത്വം. ഇതാണ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അത്വഹൂർ ഷത്റുൽ ഈമാൻ, ശുചിത്വം എന്താണ്, ഈമാനിൻ്റെ പകുതിയാണ്. പല രൂപത്തിലും അതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, വ്യാഖ്യാനിക്കുന്നുണ്ട്. നിസ്കാരത്തിൻ്റെ കാര്യമാണ് എന്നൊക്കെ നമുക്ക് കാണാം. പക്ഷെ ഒരു ജനറൽ സെൻസിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ശുചിത്വം എന്താണ്, ഇസ്ലാമിൻ്റെ ഈമാൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മളിപ്പം വായുവിൻ്റെ ശുചിത്വം നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ വീട് വെക്കുമ്പോൾ ഈ കാറ്റിൻ്റെ ദിശ ഏതാണെന്ന് നോക്കണം. മനസ്സിലായില്ലേ? നമ്മളധികം വാസ്തുപരമായിട്ടുള്ള നോട്ടാണ്, അത് ഹറാമാണ്. നിങ്ങൾക്കെല്ലാം അതിനെപ്പറ്റി അറിയുന്നതാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ പക്ഷേ കാറ്റിൻ്റെ ഗതി നോക്കണം. കാറ്റ് ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത്? വല്ല ഈ കച്ചറയൊക്കെ കൂട്ടിയിട്ടിരുന്ന ഭാഗത്തു നിന്നാണോ, അതല്ല ഏതെങ്കിലും ഒരു ഫാക്ടറിയുടെ ഭാഗത്തു നിന്നൊക്കെയാണോ ആ കാറ്റ് വരുന്നത് എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. നമ്മൾ ഹൈജീനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ കാറ്റിൻ്റെ ഗതി ശരിക്കും പ്ലോട്ട് ചെയ്യണം എന്നാണ്. അതിനുള്ള ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാറ്റ് ഏത് ഭാഗത്തേക്കാണ് പോകുന്നതെന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ജനലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതും ഒരു പ്രധാന ഘടകമാണ്. നമ്മൾ ഫാക്ടറിയുടെ അടുത്താണോ, അതുപോലുള്ള മാലിന്യങ്ങൾ വരാനുള്ള ഭാഗത്താണോ നമ്മൾ. അതേപോലെ തന്നെ ഹൈവേ, കൂടുതൽ പുകയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഈ വായു മലിനീകരണത്തിൽപ്പെട്ടാണ് ഇപ്പോഴുള്ള കുറേ മെറ്റീരിയൽസ് ഉണ്ട്, ഈ സിന്തറ്റിക് മെറ്റീരിയൽസ് ഉണ്ട്, നിലത്ത് വിരിക്കുന്ന, വോളിൽ വിരിക്കുന്ന, അങ്ങനെ പലതും. ഇതിലൊക്കെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ട്, VOC എന്ന് പറയും. അപ്പോൾ ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിങ്ങനെ വായുവിലേക്ക് അതിൻ്റെ കെമിക്കൽസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊക്കെ സർട്ടിഫൈ ചെയ്യുന്ന ഏജൻസികളുണ്ട്. അപ്പം നല്ല രൂപത്തിലുള്ള അങ്ങനെയൊന്നും ഇല്ലാത്ത മെറ്റീരിയൽ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. ചിലപ്പോൾ നമ്മൾ ചീപ്പായിട്ട് ചിലപ്പോൾ ചില സാധനങ്ങൾ കാണുമ്പോൾ നമ്മളതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മളത് ചിലപ്പം എടുക്കാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ നമ്മളതിൻ്റെ സർട്ടിഫിക്കേഷൻ നോക്കണം. ഇതിൽ അങ്ങനെയുള്ള വോളറ്റൈൽ സാധനങ്ങളുണ്ടോ, അതിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ലെവലിലാണോ എന്നൊക്കെ പരിശോധിച്ചിട്ട് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ചില പശകൾ നമ്മൾ ജോലിയായിട്ട് സംബന്ധിച്ചിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ എയറേറ്റഡ് ആയിട്ടുള്ള വെന്റിലേഷനുള്ള സ്ഥലത്ത് വെച്ച് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അല്ല പെയിൻറ്റിങ് ഒന്നും നമ്മൾ റൂമിൽ വെച്ചൊന്നും ചെയ്യാൻ പാടില്ല. നല്ല വെന്റിലേഷനുള്ള സ്ഥലത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മൊബൈലിൻ്റെ റേഡിയേഷൻ, അതിനൊക്കെ ഓരോ കണക്കുകളുണ്ട്, SAR എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ നമ്മൾ നോക്കണം. നമ്മൾ ക്യാമറൻ്റെ പവറും ഇതും മാത്രം നോക്കിയിട്ടാണ് നമ്മളധികവും മൊബൈൽ മേടിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതിൻ്റെ റേഡിയേഷൻ്റെ ലെവൽ എത്ര ഉണ്ട്,
എന്നും കൂടെ നമ്മൾ പരിഗണിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അത് കോൺസ്റ്റൻ്റായിട്ട് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് നമ്മളിപ്പോൾ വൈഫൈ സെർച്ചിങ് ഒക്കെ നമ്മൾ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ 24 ഹവറും അതിങ്ങനെ എന്താണ് അതിൻ്റെ ആ ഫുൾ പവറിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ തലൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ശരിക്കും നമ്മുടെ ബ്രെയിൻ കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? മൈക്രോവേവ്സ് ആണ് അത്. നമ്മൾ ചില സോഷ്യൽ മീഡിയയിൽ കണ്ടു, ഒരു 4 മൊബൈൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പോപ്കോൺ പൊട്ടിക്കാനുള്ള എനർജി അതിലുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന നമ്മൾ അതിൻ്റെ അടുത്ത് അതിൻ്റെതായ ഒരു ഡിസ്റ്റൻസിൽ നമ്മളത് വെക്കണം. ഒന്നാമത് നമ്മൾ ഉറങ്ങുമ്പോൾ 8 മണിക്കൂറൊക്കെയാണ് നമ്മൾ ഇങ്ങനെ വെച്ച് കേട്ടിട്ട് അവിടെ ഇട്ട് അങ്ങനെ ഉറങ്ങും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതൊക്കെ റേഡിയേഷനിൽ പെട്ടാണ്. അതേപോലെ തന്നെ പിന്നെ ഈ സ്മോക്കിങ്, മനസ്സിലായി? ഈ സ്മോക്കിങ് ഹറാമല്ല എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഇടയിൽ? മക്രൂഹാണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയാം. എല്ലാവരും ഹറാമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. യുഹർറിമു അലൈഹിമുൽ ഖബായിസ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി തൗറാത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ അള്ളാഹു നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമാണ് എന്ത്? ഒരു നബി വരും, ആ നബി ഖബീസായിട്ടുള്ളതെല്ലാം ഹറാമാക്കിക്കൊണ്ട് ഒരു നബി വരും എന്നാണ്. യുഹർറിമു അലൈഹിമുൽ ഖബായിസ്. എന്തെല്ലാം ഖബായിസ് ആണോ അതെല്ലാം ഹറാമാണ് എന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പിന്നെ സൗദികളോട് ചോദിച്ചാൽ മതി, ഇത് ഖബീസാണെന്ന് വെച്ചാൽ എല്ലാവരും പറയും ഖബീസാണെന്ന് പറയും. കാരണം 25ഓളം അസുഖങ്ങൾ സിഗരറ്റിൽ നിന്ന് വരുന്നുണ്ട്. 25ഓളം അസുഖങ്ങൾ. അതൊന്നും ചെറിയ അസുഖങ്ങളല്ല. സ്ട്രോക്ക് പോലെ, ഹാർട്ട് അറ്റാക്ക് പോലെ, ക്യാൻസർ പോലെ, നമ്മളെ ശ്വാസകോശത്തിൻ്റെ ഓരോ പ്രാവശ്യം നമ്മൾ വലിക്കുമ്പോഴും ആ ശ്വാസകോശത്തിൻ്റെ ഉള്ളിലുള്ള അറകൾ പൊട്ടുകയാണ്. ശരി, ആ അറകൾ നിൽക്കുമ്പോഴാണ് നമുക്ക് ശ്വാസം നമുക്ക് ഉള്ളിലേക്ക് എടുക്കാനാണ് നമ്മൾ ശക്തി കൊടുക്കേണ്ടത്. പുറത്തേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരലാണ്, അതിൻ്റെ എലാസ്റ്റിസിറ്റി കൊണ്ട്. ഇത് പൊട്ടുമ്പോൾ എലാസ്റ്റിസിറ്റി ഇല്ലാണ്ടാവില്ല, ആ കണക്ഷൻ പോകുമ്പം എലാസ്റ്റിസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ കിടക്കും. ആ ശ്വാസം നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ പിന്നെ നമ്മൾ എക്സേഷൻ കൊടുക്കേണ്ടി വരും. ഒരു പരിധി വരെ പറ്റും, അത് കഴിഞ്ഞാൽ പിന്നെ സാധിക്കില്ല, ഒരു മരുന്നിനും സാധിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അധികം കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. കത്തിക്കുന്നതിന് പകരം നമ്മൾ അതിനെ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിൻ്റെ ഒക്കെ കുറേ വിഷയങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അത് കത്തിച്ച് കളയല്ല വേണ്ടത്, റീസൈക്കിൾ ചെയ്യാണ് വേണ്ടത്. അതേപോലെ തന്നെ ബയോളജിക്കൽ വേസ്റ്റ് മുഴുവൻ നമുക്ക് അതിനെ കമ്പോസ്റ്റാക്കി മാറ്റി അവനെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം നമ്മൾ വീട്ടിൽ സജ്ജീകരിക്കാം. അതിനൊക്കെയുള്ള ടെക്നോളജി ഇപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന രൂപത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് നോയ്സ് പൊല്യൂഷൻ. അതിൽ കൂടുതൽ ഉള്ള ശബ്ദം അതിൽ പെട്ടാണ് ഇപ്പോൾ ഈ ഇയർഫോൺ കാര്യങ്ങളൊക്കെ. ഇയർഫോൺ നമ്മൾ വെക്കുമ്പോൾ അതിലൊരു ലിമിറ്റുണ്ട്. ആ ലിമിറ്റിൻ്റെ അപ്പുറം നമ്മൾ വെക്കാൻ പാടില്ല. അത് നമ്മളെ ബ്രെയിനിനെ ബാധിക്കും, നമ്മളെ കേൾവിയൊക്കെ അത് ബാധിക്കും. കുട്ടികളെ പ്രത്യേകിച്ചും കുട്ടികൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ഹെഡ്ഫോൺ ഉണ്ട്. ഇപ്പോൾ നമ്മൾ സ്കൂൾ പഠിക്കുന്നതൊക്കെ കൊണ്ട് കുട്ടികൾക്ക് ഇത് കൊടുക്കും. പക്ഷെ അവർ പഠിക്കൽ മാത്രമല്ല, അതിൻ്റെ ഇടയിൽ കൂടെ എന്തെങ്കിലും കേൾക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഗെയിം കളിക്കുമ്പോൾ ഇത് വെക്കുക, അപ്പോൾ ഹൈ വോയിസിൽ വെക്കുക. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ മേടിച്ചു കൊടുക്കുമ്പോൾ 85 ഡെസിബലിൽ ലിമിറ്റ് ചെയ്യുന്ന ഹെഡ്ഫോൺ ഉണ്ട്. മനസ്സിലായി? അത് കഴിയുന്നതും വയർലെസ് മേടിക്കാതെ കണക്ട് ചെയ്യുന്ന രൂപത്തിലുള്ളത് മേടിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്, കുട്ടികൾക്ക് അഥവാ മേടിക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ വെള്ളത്തിലും നമ്മൾ മെയിനായിട്ട് ഈ ഡ്രെയിനേജും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടെങ്കിലേ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് അതൊക്കെ നമുക്ക് ചോദിച്ച് മേടിക്കാനും ചെയ്യിപ്പിക്കാനും നമുക്ക് സാധിക്കുള്ളൂ. നമുക്കത് മനസ്സിലാവണം, ഇത് നമ്മൾ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടാണ്, നമ്മൾ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ റഹ്മക്കല്ലാ, അപ്പോൾ വെള്ളത്തിൻ്റെ ഡ്രെയിനേജ്, അതുപോലെ നമ്മുടെ സെപ്റ്റിക് ടാങ്കും മറ്റേ കിണറും തമ്മിലുള്ള വെള്ളത്തിൻ്റെ സോഴ്സ് തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ ചിലപ്പോൾ ഗവൺമെൻറ് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ സ്ഥല സൗകര്യം നമ്മളെന്ത് ചെയ്യും, അതിനങ്ങോട്ട് എന്തെങ്കിലും കൈക്കൂലിയെല്ലാം കൊടുത്തിട്ട് നമ്മളതിനെ ഇത് ചെയ്യും. അത് ശരിക്കും നമ്മളെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പറ്റിക്കുന്നത് യഥാർത്ഥത്തിൽ. അപ്പോൾ അതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ പ്ലാസ്റ്റിക് അതുപോലുള്ള വേസ്റ്റ് കാര്യങ്ങൾ. എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ മെയിനായിട്ട് ഈ നമ്മുടെ ഈ പാക്കേജ്ഡ് വാട്ടർ ഉണ്ടല്ലോ,
പ്ലാസ്റ്റിക്കിൻ്റെ വെള്ളത്തിനാണ് ബോട്ടിലാണല്ലോ നമുക്ക് വെള്ളം. ഈ വെള്ളം സൂര്യനെ എക്സ്പോസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കാറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം നല്ല സൂര്യത്തിൻ്റെ പ്രകാശത്തിൽ ഇങ്ങനെ ചൂടായിട്ടുണ്ടാവും. അത് കഴിയുന്നത് ഒഴിവാക്കുക തന്നെ വേണം. കാരണം ഈ ബോട്ടിൽ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് എന്ത് സൂര്യപ്രകാശത്തിൽ നിങ്ങൾ വെക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ ഇത് സൂര്യപ്രകാശം തട്ടുമ്പോൾ അതിൽ നിന്നുള്ള ചില കെമിക്കൽസ് എന്ത് ചെയ്യും, ഇളകും. അതിൽ എനർജി വരുമ്പോൾ അത് ഇളകും, അത് വെള്ളത്തിൽ മിക്സ് ആവും. നമ്മളിത് നിരന്തരമായിട്ട് കുടിക്കുമ്പം അതിൻ്റെതായ പ്രശ്നങ്ങൾ നമ്മുടെ ആരോഗ്യത്തിനുണ്ടാവും. അപ്പോൾ കടയിലാണെങ്കിലും നേരെ വെളിച്ചത്തിൽ കൊണ്ടുപോയി വെക്കും ചിലപ്പോൾ, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് പാക്കേജ്ഡ് വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്യാൻ പാടില്ല. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അത് വാങ്ങിക്കാനും പാടില്ല. പിന്നെ അതുപോലെ മണ്ണിൻ്റെ ശുചിത്വം നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ടുള്ളത് എന്താണ്, കീടനാശിനികൾ. അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക്. നമ്മളൊരു കാര്യം തീരുമാനിക്കേണ്ടത്, എൻ്റെ കയ്യിൽ നിന്ന് ഒരു സാധനം ഈ പരിസരത്ത് ഉണ്ടാവില്ല എന്നുള്ള ഒരു തീരുമാനം നമുക്ക് വേണം. നമ്മളൊക്കെ ഇപ്പോൾ എന്തെങ്കിലും സാധനം കഴിച്ചപ്പോൾ കാറിനാണെങ്കിലും നമ്മളെടുത്ത് റോഡിലേക്ക് വലിച്ചെറിയുന്നതിന് പകരം നമ്മളവിടെ ഒരു കാറിൽ തന്നെ വെച്ച് നമ്മൾ വീട്ടിൽ ആ വേസ്റ്റിൽ കൊണ്ടുപോയിടുക. അല്ലെങ്കിൽ ഇവിടെ തന്നെ റോഡിൽ എവിടെയെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിടുക. എവിടെയാണെങ്കിലും നമ്മൾ ട്രെയിൻ നമ്മളെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റേഷൻ എത്തുന്നവരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ എല്ലായിടത്തും ഉണ്ടാവും, നമുക്ക് നോക്കിയാൽ കാണാം. ആ വേസ്റ്റിൽ കൊണ്ടിടുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാവണം. എൻ്റെ കാരണം കൊണ്ട് ഈ പരിസരത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, അത് പഠിപ്പിക്കണം. ഇങ്ങനെയൊക്കെ തന്നെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ നമ്മളെ തന്നെ ബാധിക്കുന്ന പ്രശ്നം. നമ്മളിവിടെ നമ്മൾ മലിനമാക്കുന്നത് നമ്മളെ കുട്ടികളെ തന്നെയാണ് അത് ബാധിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു സൗകര്യത്തിന് ഇങ്ങനെ തിന്ന് വലിച്ചെറിയുന്നതല്ല. അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള ഈ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് അതൊക്കെ ശരിക്കും ട്രീറ്റ് ചെയ്തിട്ട് തന്നെയാണോ വേസ്റ്റിലേക്ക് പോകുന്നത്? ഇതിൻ്റെയൊക്കെ ഒരു കണ്ണ് നമുക്ക് വേണം. നമ്മൾ ഇടപെടണം, നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ നിരീക്ഷിക്കണം. കാരണം ഇത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമാണ്, അത് ഏതെങ്കിലും ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ പ്രശ്നമല്ല. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെപ്പറ്റി ബോധവാന്മാരാകുക. ഇനി ഏറ്റവും സമയത്രയായിരുന്നു കമർന്നു നമ്മളെ ലൈഫ് സ്റ്റൈലായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽ വരും. തളർന്നു പോയാൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം ശുചിത്വം തന്നെയാണ്, നമ്മുടെ ശുചിത്വം. അപ്പോൾ നമ്മളെ കുളി, അതുപോലെ തന്നെ നമ്മളെ ഫിത്രത്ത്, മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചാണ് നമ്മുടെ ഫിത്രത്ത്. നഖം, അത് ചില ആളുകൾ ഒരു നഖം മാത്രം ഇങ്ങനെ കൂർപ്പിച്ച് വെക്കുന്ന പലപ്പോഴും ഞാനെ പറ്റി നോക്കിയിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ചില സ്വഭാവം നമ്മുടെ ഇടയിലുള്ള ചില ആളുകൾക്ക് ഉണ്ട്. ഒരു നഖമൊക്കെ ഇങ്ങനെ നിർത്തി, അതൊക്കെ സുന്നത്തിന് വിരുദ്ധമാണ്. ചെവി തോണ്ടാനാണോ എന്തിനോ ഒരാളെടുത്ത് വെച്ച് പറഞ്ഞ് ചെവി തോണ്ടാനോ, പക്ഷെ അത് സുന്നത്തിന് വിരുദ്ധമാണ്. ഒരെണ്ണം മാത്രം ബാക്കി വെക്കുക, അത് ഫിത്രത്തിനെതിരാണ്. അത് മുറിക്കാൻ പറഞ്ഞാൽ മുഴുവനും മുറിക്കലാണ്. അപ്പോൾ പിന്നെ ശുചിത്വം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്, ദന്തശുദ്ധി, മനസ്സിലായില്ലേ? മിസ്വാക്ക് ചെയ്യൽ, അത് സുന്നത്തായിട്ടുള്ള അവസരങ്ങളുണ്ട്. ഖുർആൻ ഓതുമ്പം, നിസ്കരിക്കാൻ നിൽക്കുമ്പം, അതുപോലെ തന്നെ പിന്നെ ഒദുവിൻ്റെ കൂടെ നമ്മുടെ കുട്ടികളൊക്കെ ഒതു എടുക്കുമ്പോൾ ദന്തശുദ്ധി വരുത്താനുള്ള ഒരു സ്വഭാവം നമുക്കുണ്ടാവണം. ശരി, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിന്തറ്റിക്കാണ്, പ്ലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത് ബ്രഷ് എങ്കിൽ സോഫ്റ്റായിട്ടുള്ള ബ്രഷ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഷ് മാറ്റണം. നമ്മൾ നോക്കുമ്പോൾ അതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഒരു മാസമൊക്കെ കഴിയുമ്പം അത് സ്റ്റിഫാവും. ശരി, ഭയങ്കര സോഫ്റ്റ് ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് സ്റ്റിഫായി മാറും. അത് പിന്നെ എന്ത് ചെയ്യും, നമ്മളെ മോണകളൊക്കെ പിന്നെ ചെറിയ ട്രോമയൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ദന്തശുദ്ധി നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പല പഠനങ്ങളും അതിനെ പറ്റിയാണ്. ഹാർട്ടിനെ ബാധിക്കും ശരിക്കുള്ള ദന്തശുദ്ധി ഇല്ലെങ്കിൽ. പല രൂപത്തിലുള്ള രോഗങ്ങളും വരാനുള്ള ഒരു കാരണം അതാണ്. ഇപ്പോൾ നമുക്ക് ഹദീസുകളുടെ ഇഷ്ടം പോലെ കാണാം. അതിൻ്റെ വേറെ കുറേ ഗുണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ദന്തശുദ്ധി നമ്മൾ പ്രത്യേകം പറയുക. ഇത് ദന്തശുദ്ധി വരുത്തേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ രൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പാണ്. രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്നതിൻ്റെ മുന്നേ നമ്മൾ ദന്തശുദ്ധി വരെ ബ്രഷ് ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട, നമ്മൾ ഫജറിന് നിസ്കരിക്കുമ്പോൾ നമ്മൾ മിസ്വാക്ക് ചെയ്യണം. പക്ഷേ അന്നേരം എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒരു സുന്നത്ത് എന്നുള്ള നിലക്ക്
ക്ലീൻ ചെയ്താലും മതി. പക്ഷേ വളരെ ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥ പിന്നെ വരുന്നത് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ്. നമ്മളധികം ബ്രേക്ക്ഫാസ്റ്റിന് മുന്നെയാണ് ശരിക്കും ബ്രഷ് ചെയ്യുന്നത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ അങ്ങ് ഇടും. യഥാർത്ഥത്തിൽ ആ ഭക്ഷണം പിന്നെ ഉച്ചവരെ അവിടെ കിടക്കുകയാണ്, അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ വരും. അതുകൊണ്ട് ഏറ്റവും നല്ല നമ്മൾ 2 പ്രാവശ്യമാണ് നമ്മൾ ദന്തശുദ്ധി വരുത്തുന്നതെങ്കിൽ, 1 പിന്നെ ഉറങ്ങുന്നതിൻ്റെ മുന്നേയും, 2 ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് അത് മറന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, മിസ്വാക്ക് ഉപയോഗിച്ചുകൊണ്ട്, ഇവിടെയാണെങ്കിൽ മിസ്വാക്ക് സുലഭമാണ്, അതിൽ ചില മെഡിസിനുകളുണ്ട്, അതൊക്കെ എന്താണ് നമ്മൾ പല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്, അതൊക്കെ തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് മിസ്വാക്കിൻ്റെ വേറെ പ്രശ്നം വെച്ചാൽ, സാധാരണ മറ്റേത് പറയും നമ്മൾ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രശ്നമുണ്ട് സിന്തറ്റിക് ആകുമ്പോൾ. മിസ്വാക്ക് നാച്ചുറൽ ഫൈബർ ആയതുകൊണ്ട് നമ്മൾ പല്ലിനെ വല്ലാണ്ട് എന്ത് ചെയ്യില്ല, അത് ബാധിക്കില്ല. പിന്നെ ഒന്നുള്ളത്, നമ്മൾ ക്ലീനിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പാണ്. ഈ ആൻറ്റി ബാക്ടീരിയൽ സോപ്പ് നമ്മൾ ഉപയോഗിക്കരുത്. ഏത് ഈ ജോൺസൺ ആൻഡ് ജോൺസൺസ്, സാവലോൺ, അതുപോലെ തന്നെ ലൈഫ് ബോയ്, അങ്ങനെ 99% ബാക്ടീരിയ, ഇതൊക്കെ പണ്ട് നമ്മൾ ടോയ്ലറ്റ് ക്ലീൻ ചെയ്തിരുന്നു. പണ്ട് ഇപ്പോൾ മാർക്കറ്റ് ചെയ്ത് നമ്മളെ ദേഹത്തും ഇടാൻ തുടങ്ങി. മനസ്സിലായില്ലേ? നമ്മുടെ ദേഹത്ത് സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ട ബാക്ടീരിയകളുണ്ട്. അതാണ് നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ രോഗം കൊണ്ടുവരുന്ന ബാക്ടീരിയ അത് തടയുന്നുണ്ട്. അതുള്ളതുകൊണ്ട് അവൻ്റെ പൂച്ചണ്ട എലി വരില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അത് നമുക്കുള്ള ഒരു നോൺ സ്പെസിഫിക് ഇമ്മ്യൂണിറ്റിയാണ്, ഒരു പ്രതിരോധമാണ്. നമ്മളിത് തേച്ച് ഇതൊക്കെ കളയാണ്. ശരി, അത് ഞാൻ പലപ്പോഴും എൻ്റെ പ്രാക്ടീസിൽ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധികം സ്കിൻ പ്രോബ്ലം ഉള്ളവർ നിങ്ങൾ ഏത് സോപ്പാണ് ഉപയോഗിച്ചതെന്ന് വെച്ചാൽ ഒന്നുകിൽ ഡെറ്റോളായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലത്തെ. അപ്പോൾ അത് ഒരിക്കലും നല്ലതല്ല. ഏറ്റവും നല്ലത് ഏതെങ്കിലും മൈൽഡായിട്ടുള്ള സോപ്പ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ വേറെ ശ്രദ്ധിക്കേണ്ട, നമ്മൾ ഡിഷ് വാഷിങ്ങിന് ഉപയോഗിക്കുന്ന സോപ്പ് അധികം നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾ പാത്രം കഴുകി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ രണ്ടാം എടുത്ത് നോക്കുമ്പോൾ അതിലൊരു കല ഉണ്ടാവും. മനസ്സിലായില്ലേ? അധികം സോപ്പിൻ്റെ അംശം അതിൽ ബാക്കിയാവുന്നുണ്ട്. ഇത് നമ്മൾ രണ്ടാമത് റിൻസ് ചെയ്യാണ്ട് നമ്മൾ അതിൽ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഉള്ളിലേക്ക് അത് പോവുകയും ചെയ്യും. അപ്പോൾ ഇത് 5-10 കൊല്ലമൊക്കെ ഇങ്ങനെ തുടരുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ നല്ലോണം റിൻസ് ചെയ്യണം. നമ്മൾ സോപ്പ് ഉപയോഗിച്ചാൽ തന്നെ നല്ലോണം സോപ്പ് നമ്മളെ ശരീരത്തിൽ നിന്ന് കളയണം. നമ്മൾ കുളിക്കുമ്പം ആദ്യം കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് അനക്കേ വേണ്ടു. സോപ്പ് ഇട്ടതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, നല്ലോണം വെള്ളം ഒഴിച്ച് ആ സോപ്പ് മുഴുവൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി എന്ന് ഉറപ്പ് വരുത്തേണ്ടത്. അതേസമയത്ത് കുളിക്കുമ്പം നമ്മൾ അതിനോട് ചേർത്ത് പറയേണ്ടത് വളരെ കുറച്ച് വെള്ളത്തിലാണ് കുളിക്കേണ്ടത്. വെള്ളം ഒരു ഡ്രൈയിങ് ഏജൻ്റാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് കുറഞ്ഞ വെള്ളത്തിൽ പെട്ടെന്ന് കുളിച്ച് കയറുക എന്നുള്ളതാണ്. സുന്നത്ത് പ്രകാരവും അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ മൊറോക്കൻ ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൾ പോയപ്പം പിന്നെ ലെബനോണിൽ ഉണ്ടാക്കുന്ന പണ്ടേ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സോപ്പ്, ഒരു 10-100 വർഷമായിട്ട് ഉണ്ടാക്കുന്ന അതേ ടെക്നോളജി, കാണാൻ വലിയ ചൊവ്വൊന്നുമില്ല. മനസ്സിലായില്ല? നമ്മൾ ഉംറക്കൊക്കെ പോകുമ്പോൾ, നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ നമ്മളൊരു സോപ്പ് ഉണ്ടല്ലോ, മണമില്ലാത്ത സോപ്പ് എന്ന് പറഞ്ഞിട്ട്, ഒലീവ് ഓയിലിൻ്റെ സോപ്പുണ്ട്. മനസ്സിലായില്ല? അതാണ് ഞാൻ നോക്കിയിട്ട് കുറച്ചും കൂടെ ബെറ്ററായിട്ട് കാണുന്നത്. പിന്നെ രണ്ടാമത് അതല്ലെങ്കിൽ പിന്നെ ഉള്ളത് ലിക്വിഡ് സോപ്പാണ്. കട്ടയാവാത്ത സോപ്പാകുമ്പോൾ അധികം എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ഡ്രൈനെസ്സും കാര്യങ്ങളൊക്കെ ഇടുമല്ലോ. ഏതെങ്കിലും നമ്മൾ ഡവ് അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, ആ ലെവലിലുള്ള ഏതെങ്കിലും സോപ്പൊക്കെ ജസ്റ്റിഫയബിളാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും ലക്സ് പോലത്തെ ഒക്കെ, അതും ഷാമ്പു ജെല്ല് ടൈപ്പ് വരുന്നതാണെങ്കിലും കുറച്ചും കൂടെ നന്നാവും. എന്താണെങ്കിലും വളരെ പരിമിതമായിട്ട് ഉപയോഗിക്കുക, അത്യാവശ്യം മാത്രമേ. സോപ്പ് ഇങ്ങനെ പതപ്പിച്ച് നമ്മൾ അഡ്വർടൈസ്മെൻറ്റിൽ കാണുന്ന പോലെ അപ്പോൾ അങ്ങനെയല്ല. കുറച്ചും കൂടെ ബെറ്ററായിട്ട് ഉണ്ടുണ്ട്. അടുത്തത് വെള്ളമാണ്. വെള്ളത്തിനെ പറ്റി നമ്മൾ നോക്കുമ്പം പിന്നെ ഇവിടെയുള്ള ഒരു ഹൈറ് എന്താണ്, സംസം വെള്ളം നമുക്ക് സുലഭമാണ്. അപ്പോൾ അതെന്ത് ചെയ്യാം, സംസം വെള്ളം നമ്മൾ പിന്നെ മേടിച്ച് കുടിക്കുക. അതിൽ നമുക്ക് അറിയാലോ അതിൻ്റെതായ ദുആക്ക് ഉത്തരം കിട്ടാൻ ഒരു വസീലയാണ് സംസം വെള്ളം. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഇടയിൽ തന്നെ ഏറ്റവും നല്ല വെള്ളമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും. എല്ലാ വെള്ളം ഒരുപോലെയല്ല. ചില വെള്ളം ഹാർഡാണ്, ചില വെള്ളം സോഫ്റ്റാണ്, അങ്ങനെയൊക്കെ ഉണ്ട്. ചില വെള്ളം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് പോകും, ചിലത് ശരിക്കും അങ്ങോട്ട് പോവില്ല. അത് നമ്മൾ H2O ആണെങ്കിലും അതിൻ്റെ ഘടനയിലൊക്കെ പല വ്യത്യാസങ്ങളും, ചില സോൾട്ടൊക്കെ അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സംസം വെള്ളം പറ്റുവാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക.
അതുപോലെ തന്നെ നമ്മൾ എത്ര വെള്ളം കുടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ പറയലും ഒരു 10 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്നാണ്. പക്ഷേ അതിനെക്കാട്ടി നല്ലത് എനിക്ക് തോന്നുന്നത് നമ്മൾ എത്ര യൂറിൻ പോകുന്നുണ്ട് എന്ന് നോക്കുന്നതായിരിക്കും. സാധാരണഗതിയിൽ ഒരു 5 മുതൽ 7 പ്രാവശ്യം മൂത്രമൊഴിക്കണം എന്നുള്ളതാണ്. 5 പ്രാവശ്യമെങ്കിലും മൂത്രമൊഴിക്കണം. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള വെള്ളം നമ്മൾ കുടിക്കണം. മനസ്സിലായില്ല? അപ്പോൾ ഈ 5 ഗ്ലാസ് വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം ചൂട് കാലത്ത് എന്തായിരിക്കും, അതൊന്നും മതിയാവില്ല. നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മൾ മൂത്രമൊഴിച്ചു എന്ന് നോക്കാം. ഒരു 5 പ്രാവശ്യത്തിൽ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെള്ളം കൂടുതൽ കുടിക്കണം നമ്മൾ. അപ്പോൾ കുടിക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒറ്റ അടിക്ക് മൊത്തം കുടിക്കുക എന്നുള്ളതല്ല. ചില ആളുകൾ വെച്ചാൽ ദാഹിച്ചിട്ട് ഒറ്റ അടിക്ക് ഒരു 2-3 ഗ്ലാസ്സൊക്കെ അങ്ങോട്ട് കുടിച്ച് വയറ് നിറക്കുന്ന, അത് ശരിയല്ല. അത് ഒരു നേരത്ത് 1 ഗ്ലാസ് കുടിക്കും. മനസ്സിലായില്ലേ? എത്രത്തോളം ശരിയാണെന്നറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ഇറക്ക് വെള്ളം കുടിക്കാൻ പഠിപ്പിച്ചതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഒരു നേരത്തെ നമ്മളൊരു 3 ഇറക്ക് വെള്ളമാണ് കുടിക്കേണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെയും അതേപോലെ തന്നെ കുടിക്കാം. അതേപോലെ ഭക്ഷണത്തിന് മുമ്പായിട്ട് വെള്ളം കുടിക്കാം. ദഹനത്തിനൊക്കെ വെള്ളം അത്യാവശ്യം. ശരിക്കും നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ, നമ്മുടെ ദഹന വ്യവസ്ഥയിൽ 10 ലിറ്റർ വെള്ളമാണെന്നുള്ള, അത് വന്നും പോയും കൊണ്ടിരിക്കും. ശരീരത്തിന് അതിൻ്റെതായ ഒരു എന്താ പറയുക, ഒരു സൈക്കിളുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടെങ്കിലാണ് ശരിക്കും ദഹിക്കുള്ളൂ. നമ്മളൊരു മിക്സിയിലിട്ട് അരക്കുമ്പോൾ തന്നെ അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ അത് അരഞ്ഞു കിട്ടില്ലല്ലോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക വെള്ളത്തിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമ്മളെ ഭക്ഷണ രീതിയാണ്. നമ്മൾ അത്ര അങ്ങോട്ട് പോകണോ? ഭക്ഷണം നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഞാൻ പറയാം, ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, 1 ഗ്ലാസ് പാല് കുടിക്കാം. 1 ഗ്ലാസ് പാല് കുടിക്കണം. 2, ഇവിടെയുള്ള സാഹചര്യത്തിൽ നമുക്കൊരു ഈത്തപ്പഴം പറ്റുവാണെങ്കിൽ അജുവയൊക്കെ നമ്മൾ ഇവിടുത്തെ മാർക്കറ്റ് വളരെ ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് 7 അജുവ കഴിക്കുകയാണെങ്കിൽ അവന് വിഷം തീണ്ടൂല. എന്ന് വെച്ചാൽ അവന് മറ്റുള്ള അവൻ്റെ ഇമ്മ്യൂണിറ്റി നല്ലതായിരിക്കും, അവന് മറ്റുള്ള ടോക്സിൻസ് ഒന്നും ബാധിക്കില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാം. ഏറ്റവും നല്ല പ്രാതൽ ഈത്തപ്പഴമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബ്രേക്ക്ഫാസ്റ്റായിട്ട് എന്ന് വെച്ചാൽ നോമ്പ് തുറക്കാൻ ഉപയോഗിച്ചത് ഈത്തപ്പഴമാണ് നമുക്ക് കാണാം. പിന്നെ സെഹൂറിൻ്റെ കാര്യത്തിലും ഈത്തപ്പഴത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈത്തപ്പഴം നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ ഒരു 7 ഈത്തപ്പഴം നമ്മൾ കഴിക്കുക. അതേപോലെ കുറച്ച് നട്ട്സ് കഴിക്കുക. ലൈം ഉപയോഗിക്കണം. ലൈം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക്കായിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ഡയറ്റിലുണ്ടാവും. ഒരു മുട്ട കഴിക്കണം. അത് കൊളസ്ട്രോൾ ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല. അധ്വാനിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു മുട്ട കഴിച്ചാൽ കുഴപ്പമില്ല. മുട്ട ഒരു ടോട്ടൽ ഫുഡാണ്. എല്ലാ കാര്യങ്ങളും, ഒരു കോഴിക്കുട്ടി ഉണ്ടാവാനുള്ള എല്ലാ ന്യൂട്രിയൻസും അതിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരു മുട്ട ഒരു ദിവസം കഴിക്കണം. അത് പുഴുങ്ങി കഴിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഒരിക്കലും നമ്മൾ ഓയിലിൽ മുട്ട പൊരിക്കാൻ പാടില്ല. ഇനി പൊരിക്കുകയാണെങ്കിൽ ഓംലെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ ഓയിൽ ഉപയോഗിക്കരുത്. ഒന്നുകിൽ ബട്ടർ അല്ലെങ്കിൽ നമ്മൾ നെയ്യ് ഉപയോഗിക്കാം. മുട്ട വല്ലാണ്ട് എണ്ണ വലിച്ചെടുക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ഓയിൽ ഒഴിച്ച് കാണും, മുട്ട ഒഴിച്ച് അത് ആകെ ഡ്രൈ ആവും സംഭവം മുഴുവൻ. അപ്പോൾ പിന്നെ ഒന്നുകിൽ ബട്ടർ അല്ലെങ്കിൽ ഗീല് മുട്ട നമ്മൾ പിന്നെ വാട്ടിയെടുക്കാവും, അതല്ലെങ്കിൽ പുഴുങ്ങി കഴിക്കാം. പക്ഷെ ഒരു മുട്ട ഒരു ദിവസം കഴിക്കും. ഇത്രയും കാര്യം നമ്മൾ ബേസിക്കായിട്ട് കഴിക്കാം. പിന്നെ കുക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓയിലിനെ പറ്റി കുറച്ച് മുമ്പും പറഞ്ഞു. ഒന്നുകിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ. ഒലീവ് ഓയിലിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഹൈ ഹീറ്റിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല, അത് കത്തും. അപ്പോൾ ചെറിയ ഹീറ്റിൽ കുക്ക് ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഒലീവ് ഓയിൽ ഉപയോഗിക്കാം. ഹൈ ഹീറ്റിലാണെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ പിന്നെ ആനിമൽ ഫാറ്റോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ അളവാണ് പ്രധാനം. മനസ്സിലായത്? ഇത് വല്ലാണ്ട് അടിച്ച് കയറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ കൊളസ്ട്രോളൊക്കെ കൂടിയെന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് ആ രൂപത്തിൽ പിന്നെ ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത് എക്സസൈസാണ്. അപ്പോൾ എക്സസൈസ് എന്ന് പറയുമ്പം പ്രധാനമായിട്ട് നമ്മൾ ഓർമ്മയിൽ വരുന്നത് ഓട്ടം ചാട്ടം അങ്ങനെയൊക്കെയാണ്. എക്സസൈസ് 4 രൂപത്തിലാണുള്ളത്. ഏറ്റവും ബേസിക്കായിട്ട് കോർ എക്സസൈസാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലുകളെയൊക്കെ പിടിച്ച് നിർത്തുന്ന മസിലുകളുണ്ട്. നമ്മുടെ മൂവ്മെൻറ്റിൻ്റെ മസിലല്ല. ഇതൊക്കെ സെപ്പറേറ്റ് ആണ്. നമ്മൾ ഈ തോളലിലൊക്കെ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുന്നത് മസിലുകൾ കൊണ്ടാണ്. മനസ്സിലായി? മസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ സെപ്പറേറ്റ് ആവും. മനസ്സിലായില്ലേ? അപ്പോൾ അത് പിന്നെ ആ മസിലുകളെ അഡ്രസ്സ് ചെയ്യണം. കോർ എക്സസൈസ് എന്ന് പറയുന്നത് യൂട്യൂബിലൊക്കെ പോയിട്ട് കോർ എക്സസൈസ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കോർ എക്സസൈസ് വേണം. പിന്നെ ഉള്ളത് കാർഡിയോ ആണ്. കാർഡിയോ ആണ് നമ്മൾ ഓട്ടം ചാട്ടം ഇതൊക്കെ.
നമ്മൾ പിന്നെ ഏറ്റവും കുറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇനിയിപ്പം നടക്കാൻ സൗകര്യമില്ല, ഇരുന്നുള്ള ജോലിയൊക്കെ ആണെങ്കിൽ ഈ കാലിൻ്റെ മടമ്പ് പൊക്കുകയും താത്തുകയും ചെയ്യുന്ന ഒരു രൂപം ഉണ്ടായിരിക്കണം. ഒരു മിനിറ്റിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്യണം, ആ രൂപത്തിൽ നമുക്ക് അത് ചെയ്യണം. എന്നാലേ നമ്മൾ നടക്കുന്ന ഒരു എഫക്റ്റ് വരും. അപ്പോൾ പിന്നെ എവിടെയെങ്കിലും ഇടിക്കുക എന്നുള്ളതാണ്. വെച്ചാൽ നമ്മളിപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നിന്നിടത്തുനിന്ന് ജമ്പ് ചെയ്യുക. നമ്മുടെ ശരീരം ഭൂമിയിലേക്ക് അടിക്കുമ്പം അത് ശക്തി പ്രാപിക്കും. അതേപോലെ തന്നെ ഒരു പിന്നെ പഞ്ചിങ് ബാഗ് ഉണ്ടെങ്കിൽ അതിലിടിച്ചാലും നമ്മളെ ശരീരം എന്ത് ചെയ്യും, ശക്തിപ്പെടും. മനസ്സിലായില്ലേ? അപ്പോൾ അതും നമ്മൾ ആർക്കും കിട്ടും 2 കൂട്ട്, അത് വേറെ വിഷയമാവും. അപ്പോൾ പിന്നെ 2 നമ്മൾ പറഞ്ഞു, കോർ എക്സസൈസ്, പിന്നെ കാർഡിയോ, പിന്നെ സ്ട്രെങ്ത് എക്സസൈസാണ്. നമ്മളെ കട്ടയടിക്കുന്ന നമ്മുടെ ബോഡീൻ്റെ സ്ട്രെങ്ത് കൂട്ടാനുള്ളത്. പിന്നെ ഉള്ളത് ബാലൻസിങ് ആണ്. മനസ്സിലായി? നമ്മളെ ബോഡീൻ്റെ ബാലൻസ്, നമ്മൾ ഒറ്റക്കാലിലൊക്കെ നിന്നിട്ടുള്ള ചില എക്സസൈസുകളുണ്ട്, ബാലൻസിങ് എക്സസൈസ്. പിന്നെ ഉള്ളത് സ്ട്രെച്ചിങ് ആണ്. നമ്മൾ എല്ലാ ബോഡി പാർട്സൊക്കെ സ്ട്രെച്ച് ചെയ്യണം. അതൊക്കെ പക്ഷെ വളരെ സൂക്ഷിച്ച് അതിൻ്റെ ഗൈഡൻസ് പ്രകാരം ചെയ്യണം. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. പിന്നെ ഉള്ളത് ഉറക്കം. അതേപോലെ തന്നെ നമ്മൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ, നമ്മൾ കാർഡിയോ എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ടാർഗറ്റ് ചെയ്യണം. ആദ്യത്തെ അരമണിക്കൂർ എന്തില്ല, നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യില്ല. നമ്മൾ മസിലിലുള്ള എനർജി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മളെ ഫാറ്റോ അല്ലെങ്കിൽ മറ്റുള്ളതൊന്നും അവിടെ ഇൻവോൾവ് ആകുന്നില്ല. അരമണിക്കൂറിൽ കൂടുതലുള്ളതേ നമുക്ക് ബോഡിക്ക് പ്രയോജനം ചെയ്യുള്ളൂ. നമ്മളൊരു 40 മിനിറ്റ് ചെയ്യുകയാണെങ്കിൽ 20 മിനിറ്റ് ഫലമുള്ളൂ എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്യണം. ചില ആളുകൾക്കുള്ള ധാരണ വെച്ചാൽ ഞാൻ ഭയങ്കര ജോലി ചെയ്യുന്ന ആളാണ്, സെയിൽസ്മാനാണ്, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത്. അതൊന്നും എക്സസൈസിന് തുല്യമല്ല. നമ്മൾ ഉദാഹരണം പറയാറുണ്ട്, ഒരു ഫുട്ബോൾ പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം അവനും എക്സസൈസ് ചെയ്യണം. അവൻ എക്സസൈസ് ചെയ്യാൻ വന്നിട്ടില്ലെങ്കിൽ ടീമിൽ നിന്ന് പുറത്താക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അവൻ എല്ലാ ദിവസവും കളിക്കുന്ന ഒരു വ്യക്തിയാണ്. അവൻ്റെ ഒരു ഗെയിം ചിലപ്പോൾ നമ്മളെ 10 ദിവസത്തെ എക്സസൈസിന് ജോലിക്ക് തുല്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇവിടുന്ന് പോയി അവിടുന്ന് പോയി അങ്ങോട്ട് വന്ന് നമ്മൾ ക്ഷീണിക്കും, അത് വേറെ വിഷയം. പക്ഷേ എക്സസൈസിന് അത് തുല്യമാവില്ല. എക്സസൈസ് എന്ന് പറയുമ്പോൾ ടെക്നിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് റേറ്റ്, നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ്, നമ്മുടെ ബേസിക് ഹാർട്ട് റേറ്റ് ഉണ്ട്. നമ്മൾ ഉറങ്ങി എണീക്കുമ്പോഴുള്ളൊരു മിടിപ്പുണ്ട്, ഒരു 70 ഒക്കെ ഉണ്ടാവും ഒരു മിനിറ്റിൽ. അതിൻ്റെ ഒരു 60% കൂടുതൽ വരണം. മനസ്സിലായോ? ഒരു 100-120 ഒക്കെ റേറ്റിൽ ഇടിക്കുന്ന ഒരു പ്രവർത്തനത്തിൽ നമ്മൾ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യണം, ഒറ്റ സ്ട്രെച്ച്. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ എക്സസൈസിൻ്റെ ഗുണം നമ്മുടെ ശരീരത്തിനുണ്ടാവും. അതാണ് ടെക്നിക്കലി സ്പീക്കിംഗ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത് ഉറക്കമാണ്. ഉറക്കം ചില ആളുകൾ 8 മണിക്കൂർ 9 മണിക്കൂർ എന്നൊക്കെ പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം വെച്ചാൽ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയാണ് പ്രധാനം, സമയത്തിനെക്കാട്ടിയും അതിൻ്റെ ക്വാളിറ്റിയാണ്. ഇപ്പം നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പം രാത്രിയുടെ പകുതിയേ ഉറങ്ങാറുള്ളൂ, ചിലപ്പോൾ അതിൻ്റെ 1/3 ഉറങ്ങാറുള്ളൂ, ചിലപ്പോൾ 2 ഉറങ്ങാറുള്ളൂ. ചില ഓപ്പോസിറ്റാണ്. 2 നിസ്കരിക്കും, അല്ലെങ്കിൽ പകുതി നിസ്കരിക്കും, അല്ലെങ്കിൽ 1/3 നിസ്കരിക്കും. അപ്പോൾ ഏകദേശം നമ്മൾ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 6 മണിക്കൂർ, ചിലപ്പോൾ 8 മണിക്കൂർ, ചിലപ്പോൾ 4 മണിക്കൂറൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കരിക്കുന്നത്. ഒരു 12 മണിക്കൂർ നിസ്കാരം നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 മണിക്കൂറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയാണ് പ്രധാനം. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാർത്ഥിക്കണം അതിനുവേണ്ടി. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള സുന്നത്തുകൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതിലെന്തൊക്കെ നമുക്ക് കാണാൻ പറ്റുക? ഒളു എടുക്കൽ സുന്നത്താണ്, ഉറങ്ങുന്നതിൻ്റെ മുന്നേ ഒളു എടുക്കൽ. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം, മാഷാ അല്ലാഹ്. അപ്പോൾ അത് നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ ആയത്തുൽ കുർസി ഓതണം. അതുപോലെ ആമന റസൂൽ ഓതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമന റസൂൽ ഓതിക്കഴിഞ്ഞാൽ അത് മതിയാവുന്നതാണ്, കഫാന്നാണ്. അതേപോലെ തന്നെ എന്താണ്, പിന്നെ മുഅഫിദത്തൈൻ 3 പ്രാവശ്യം ഓതിയിട്ട് നമ്മളെ ശരീരം മുഴുവനും തടവണം. അതേപോലെ തന്നെ മുൽക്ക് ഓതണം. ഒരു 10-15 മിനിറ്റ് ചിലവാക്കിയാൽ മതി, ഇതൊക്കെ അതിൽ പെടും. ഒരു 15 മിനിറ്റ്. അപ്പോൾ ആ ഒരു സുന്നത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഉറങ്ങാൻ ഇങ്ങനെ മൊബൈൽ നോക്കി അങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഒറ്റ ഉറക്കം, ആ രൂപം നമുക്ക് പാടില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക.
പിന്നെ ഉറങ്ങുമ്പം കംപ്ലീറ്റ് ഡാർക്ക്നെസ് നമ്മൾ കൊണ്ടുപോകും. ഏതെങ്കിലും ലൈറ്റ് ഇട്ട് വെച്ചുകൊണ്ട് ഉറങ്ങരുത്. കാരണം നമ്മൾ അതിൻ്റെ എപ്പോഴും വർക്ക് ചെയ്യും. ആ ഫുള്ള് നമുക്ക് എന്ത് കിട്ടില്ല, ആ ഒരു സ്വസ്ഥത കിട്ടില്ല. അപ്പോൾ ഫുള്ള് ഡാർക്കായിരിക്കണം. കഴിയുന്നതും ശബ്ദങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ ഉറക്കം നല്ല ഡീപ്പായിട്ട് നമുക്ക് ആവശ്യമുള്ള ഉറക്കത്തിൽ കൂടെ അല്ലാതെ നമ്മുടെ ഞരമ്പുകൾ എന്ത് ചെയ്യില്ല, റെസ്റ്റ് എടുക്കില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും അതുകൊണ്ടുണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. തളർന്നോ? അത് മുന്നോട്ട് പോകണോ? പോട്ടെ, ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ പിന്നെ അടുത്തത് സ്ട്രെസ്സാണ്, ടെൻഷൻ. നമ്മുടെ എല്ലാം പ്രശ്നം, അടിസ്ഥാന പ്രശ്നം. നമ്മൾ ക്ലിനിക്കിൽ വരുന്ന ആളുകളിൽ 70% ആളുകൾ ടെൻഷനും സ്ട്രെസ്സുമാണ്. മനസ്സിലായില്ലേ? പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സ്ട്രെസ്സ് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്തതാണ്. മനസ്സിലല്ലേ? അമ്നാണ് മുഅ്മിന് അള്ളാഹു ദുനിയാവിൽ തരുന്നത്, അമ്നാണ്, നിർഭയത്വം. മനസ്സിലായില്ലേ? നമ്മൾ ആഖിറത്തിനെ പറ്റി മനസ്സിലാക്കിയവരാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കിയവരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മനസ്സിലാക്കിയവരാണ്. നമുക്കെന്തിനാ സ്ട്രെസ്സ്? എന്തിനാ ആളുകൾ സ്ട്രെസ്സ് എടുക്കുന്ന? യഥാർത്ഥത്തിൽ മെയിനായിട്ടൊന്ന് മക്കളെ വിഷയത്തിലാണ്, അല്ലേ? ഇപ്പോൾ മക്കളെ വിഷയത്തിൽ അവൻ്റെ ദീനിയായ വശത്തിനെക്കാട്ടിയും കൂടുതൽ അവൻ്റെ ഭൗതികമായ വിഷയത്തിലാണ് നമുക്ക് സ്ട്രെസ് ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അവൻ്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള സമയത്ത് മലക്ക് വന്നിട്ട് എന്ത് ചെയ്യാണ്, അവൻ്റെ റിസ്ക് അവിടെ എഴുതി വെക്കുന്നുണ്ട്. ഞാനുള്ളപ്പോൾ എത്ര, ഞാനില്ലാത്തപ്പോൾ എത്ര. മനസ്സിലായില്ലേ? പിന്നെ നമ്മളെന്തിനാ വേവലാതിപ്പെടുന്ന? പിന്നെ അതേ സമയത്ത് നമുക്കറിയാം, അള്ളാഹു ഒരാളുടെ മുകളിൽ എഴുതി വെച്ചത് അവന് ലഭിക്കാതെ കണ്ട് അവന് ദുനിയാവിൽ നിന്ന് പോവില്ല. നമുക്കറിഞ്ഞൂടെ? പിന്നെ എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? ഇപ്പം നമ്മൾ പിന്നെ കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വർക്കല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. കമ്പനീൻ്റെ മാർക്കറ്റിങ്ങും എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതിൻ്റെ പർച്ചേസ്, അതിൻ്റെ മാർക്കറ്റ്, അതിനൊക്കെ ഒരാളുണ്ട്. മനസ്സിലായില്ലേ? അവർ നോക്കിക്കോളും. നമ്മളിപ്പോൾ ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ നടക്കുമോ? ഇല്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ റബ്ബ്, അത് നമ്മൾ മനസ്സിലാക്കണം. റബ്ബ് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് രക്ഷിതാവ് ഉണ്ട് എന്നുള്ള, നമ്മുടെ ഒരു രക്ഷിതാവുണ്ട്. എല്ലാ കാര്യങ്ങളും കണക്കാക്കുകയും എല്ലാം നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു റബ്ബ് നമുക്കുള്ളപ്പോൾ നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ശരിയല്ല. അത് നമ്മുടെ വിശ്വാസത്തിന് എതിരാണ്. അങ്ങനെ ഒരു ടെൻഷൻ നമുക്ക് വരുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ഈമാൻ ഒന്നും കൂടെ ഒന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. ഖുർആൻ്റെ ആയത്തുകളിൽ കൂടെ നമ്മൾ ഒന്നും കൂടെ പോകേണ്ടതുണ്ട്. ചിലപ്പോൾ പാരായണത്തിൻ്റെ കുറവായിരിക്കാം, ചിലപ്പോൾ മുദബ്ബറിൻ്റെ കുറവായിരിക്കാം. മനസ്സിലായില്ലേ? ആളുകൾ തവക്കലൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ടെൻഷനാണ്. നമ്മൾ അള്ളാഹുവിനെ, നമ്മൾ വീട്ടിലുള്ള ആളുകളെ പറ്റി ആലോചിച്ച് നമ്മൾ ടെൻഷൻ. നമ്മളെന്താ വീട്ടിൽ നിന്ന് ഇറങ്ങും പറഞ്ഞത്? ഇസ്തൗദാക്കല്ലാ, അല്ലേ? മുസ്തൗദ എന്നൊക്കെ പറയില്ലേ? മുസ്തൗദ പറഞ്ഞാൽ വെറും ഒരു ക്ലോക്ക് റൂമല്ല, അവിടെ എല്ലാം സെറ്റിംഗ് ആണ്. അവിടെ കീടങ്ങൾ വരില്ല, അവിടെ ടെമ്പറേച്ചർ കറക്റ്റായിരിക്കും, അവിടെ മോയ്സ്ചർ കറക്റ്റായിരിക്കും, എല്ലാം അതാണ്. നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ വരുന്നത്, പിന്നെ നമ്മളതിനെ ഭയപ്പെടും. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രൂപത്തിൽ നമ്മൾ ദുനിയാവിനെ കാണണം. മനസ്സിലായോ? എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഇവിടെ നടന്നുകൊള്ളണമെന്നില്ല. ആഗ്രഹിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, ആഗ്രഹിക്കണം. പക്ഷെ അള്ളാഹു കണക്കാക്കുന്നത് നമുക്ക് കിട്ടും. അള്ളാഹിൻ്റെ ഖദറിൽ നമ്മൾ എന്ത് ചെയ്യണം? തൃപ്തിപ്പെടണം. റളിയല്ലാഹു അൻഹും വറദു അൻഹു. സഹാബാക്കളെ പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവർ അള്ളാഹുവിൽ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കി. പല ആളുകളും നമ്മളെ ചെയറിൽ വന്നിരുന്നിട്ട് പ്രാരാബ്ദങ്ങളും ദാരിദ്ര്യവും പറയാറുണ്ട്. ഞാൻ പറയും, ഒരാളെ പറ്റി നിങ്ങൾ അറിയോ? അദ്ദേഹത്തിൻ്റെ വീട് എൻ്റെ ഓപ്പിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? 3 ദിവസം തുടർച്ചയായിട്ട് ഇറച്ചിയും ബ്രെഡും റൊട്ടിയും കഴിച്ചിട്ടില്ല. വിശന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഭക്ഷണത്തിന് വേണ്ടി അന്വേഷിക്കുന്ന അവസ്ഥ ഉള്ള ഒരു വ്യക്തി. അധികവും കഴിക്കുന്നത് എന്താണ്? വെള്ളവും ഈത്തപ്പഴവും. അങ്ങനത്തെ ഒരു വ്യക്തിയെ പറ്റി നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? അങ്ങനത്തെ ആരെങ്കിലും ഒരു ദരിദ്രനുണ്ടോ എന്ന് തന്നെ ആലോചിച്ച് പോവാൻ. അങ്ങനത്തെ ഒരു ദരിദ്രനുണ്ടോ? അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയ ദുനിയാവിൽ കൊടുത്ത വിഭവങ്ങൾ
എന്നിട്ട് അള്ളാഹ് പറയാണ് അതേപോലെ തന്നെ സഹാബാക്കളും അവർ അള്ളാഹുവിൽ തൃപ്തിപ്പെട്ടു എന്നാണ്. അപ്പൊ ഈ തൃപ്തി നമുക്ക് വേണം. അള്ളാഹ് എന്താണ് എനിക്ക് കണക്കാക്കിയത് അതാണ് എനിക്ക് ഏറ്റവും നല്ലത് എന്നുള്ള തൃപ്തി വേണം. വൽ ആഖിറത്ത് ഖൈറുൻ വ അബ്ഖ, ആഖിറാണ് നല്ലത്. അവിടെ ആർക്കും ഒരു കുറവും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ 1% മാത്രമേ ഭൂമിയിലുള്ളൂ. ബാക്കി 99 അള്ളാഹു ആഖിറത്തിലേക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും അത്? അപ്പോൾ നമ്മുടെ ഇക്വേഷന് ആഖിറം ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മൾ ദുനിയാവ് മാത്രം നോക്കുന്നതുകൊണ്ടാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കാഴ്ചപ്പാട് ദുനിയാവ് എന്താണെന്നും നേരത്തെ ഉസ്താദ് ഓതിയത് ലിയബ്ലുവക്കും അയ്യക്കും അഹ്സന അമല അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യക്കും അഹ്സന അമല. എന്താണ്? നമ്മൾ ശരിക്കും ജീവിക്കേണ്ടത് എവിടെയാണ്? സ്വർഗത്തിലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ കോൺഫ്ലിക്റ്റ് ഉള്ളത്. ഇപ്പോൾ ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ മാക്കിൻ്റെ ഒരു ആപ്പ് കയറ്റിയാൽ അങ്ങനെ ഉണ്ടാവും. ആകെ കോൺഫ്ലിക്റ്റാണ്. അവിടെ വർക്ക് ചെയ്യാൻ കഴിയില്ല. മനുഷ്യൻ്റെ സ്ഥിതി അതാണ്. നിങ്ങൾ മറ്റുള്ള ജീവജാലങ്ങൾ നോക്കിക്കോളും, ആർക്കും ഒരു പ്രശ്നമില്ല. കാളക്കും പ്രശ്നമില്ല, കോഴിക്കും പ്രശ്നമില്ല. മനുഷ്യന് മാത്രമുള്ള പ്രശ്നം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവൻ ഈ ദുനിയാവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ മരണം കാണുന്നു, എന്നാലും നമുക്ക് മരണവുമായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല. നമ്മൾ അസുഖങ്ങൾ കാണുന്നു, പക്ഷെ നമുക്ക് അസുഖവുമായിട്ട് പൊരുത്തപ്പെടാൻ, നമുക്ക് അസുഖം വേണ്ട. നമുക്ക് എക്കാലവും ജീവിക്കണം. നമുക്ക് വയസ്സാവുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അത് നമ്മൾ ചെറുപ്പത്തിലേ കണ്ടു വളരുന്നതാണ്. എന്തുകൊണ്ട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്തത്? കാരണം നമ്മൾ ഇതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല. നമ്മളെ സൃഷ്ടിച്ചത് സ്വർഗത്തിൽ വസിക്കാൻ വേണ്ടിയാണ്. പിന്നെന്താണ് ദുനിയാവില് ലിയബ്ലുവക്കും അയ്യക്കും അഹ്സന അമല. പ്രവർത്തനങ്ങളിൽ, അമലുകളിൽ ആരാണ് ഉത്തമർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ ആഖിറത്തിൽ നമുക്കൊരു സ്ഥാനം അള്ളാഹു കൽപ്പിച്ച് നൽകുമ്പോൾ, സ്വർഗത്തിൽ നമുക്കറിയാലോ പല തട്ടുകളുണ്ട്. സ്വർഗത്തിൽ പല തട്ടുകളുണ്ട്. അപ്പോൾ ഒരാൾക്ക് ഒരു അവസ്ഥ അള്ളാഹു നൽകുമ്പോൾ അയാൾക്കറിയാം, ഞാൻ ഇതിനെ പണിയെടുത്തിട്ടുള്ളൂ എന്ന് അയാൾക്കറിയാൻ പറ്റും. ഈ ദുനിയാവില്ലെങ്കിൽ അതറിയാൻ കഴിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഈ ദുനിയാവിൻ്റെ കാര്യം. അത്ര തന്നെ ഉള്ളൂ. അള്ളാഹിൻ്റെ മുന്നിൽ ഇത് ഒന്നുമല്ല. ഈ ദുനിയാവ് ഒന്നുമല്ല. നമ്മൾ ഇത്ര വലിയ കാര്യമായിട്ട് കണക്കാക്കുന്ന ദുനിയാവ് അള്ളാഹിൻ്റെ മുന്നിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എത്ര കാലം കൈവിട്ട് അടിച്ചാലും അള്ളാഹ് കണക്കാക്കിയത് തന്നെ കിട്ടുള്ളൂ. നമ്മൾ നോക്കേണ്ട എന്തേ ഉള്ളൂ? നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കാനല്ല, നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അല്ല, നമുക്ക് വേറെ എന്തെങ്കിലും ഇതിന് കൂടുതൽ എന്തെങ്കിലും നമുക്ക് വേറെ അന്വേഷിക്കാം. അതൊന്നും നമുക്ക് ഹറാമല്ല. നമുക്ക് വേറെ ജോലി അന്വേഷിക്കാം. പക്ഷേ എനിക്കിത് തന്നെ കിട്ടിയില്ലെങ്കിൽ ഉണ്ടാവുന്ന ആ ഒരു മറ്റവന് അതൊക്കെ ഉണ്ട്, എനിക്ക് ആ ഒരു നിലപാട് നമുക്ക് ഉണ്ടാകാനേ പാടില്ല. മനസ്സിലായില്ലേ? നമുക്ക് വേറെ അന്വേഷിക്കാം. കിട്ടില്ല അൽഹംദുലില്ലാ, കിട്ടി അൽഹംദുലില്ലാ. ഈ ഒരു നിലപാടായിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത് ദുനിയാവിൻ്റെ വിഭവത്തിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു ടെൻഷനും ആവശ്യമില്ല. അല്ലാഹു. പിന്നെ ഉള്ളത് തളർന്നോ? ഇല്ല, ഇൻഷാ അല്ലാഹ് ഒരു പോയിന്റും കൂടെ പറയാൻ, കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ജോലി ഇൻഷാ അല്ലാഹ്. അപ്പോൾ അല്ല, നമ്മൾ ഇങ്ങനെ അപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ചില ജോലി ചെയ്യുമ്പോൾ നമ്മളെ ടൈം ജോലിയിലാണ്, വലിയൊരു ടൈം ഉറക്കത്തിലുമാണ്. നമ്മൾ ഇവിടുത്തെ പ്രവാസികളെ പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ നാട്ടിൽ ഒരു 10 മണിക്ക് വന്ന് കയ്യിലേക്ക് ഒന്ന് കുടഞ്ഞെടുത്ത് ചായ കുടിക്കാൻ പോയി 5 മണിക്ക് കയറിപ്പോകുന്ന പരിപാടിയാണ് നാട്ടിൽ. അത് ഗവൺമെൻറ് ഓഫീസായാലും ശരി, മറ്റേ പെയിൻറ്റുകാരാണെങ്കിലും എല്ലാം ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ പല ആളുകൾ 16 മണിക്കൂർ 12 മണിക്കൂറൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഉറക്കവും. ഇതാണ് നമ്മുടെ ഒരു ജീവിതശൈലി. അപ്പോൾ നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു സാഹചര്യം, ജോലിൻ്റെ സാഹചര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരാൾ ഒരു ടൈലർ ആണെങ്കിൽ അയാളുടെ ആ മെഷീൻ്റെ വണ്ണം
അതിൻ്റെ ഹൈറ്റ് അയാൾക്ക് കണക്കാക്കിയിട്ടുള്ളതാണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഫാക്ടറിയിൽ നിന്ന് വരുന്ന എന്താണ് ടേബിളും കസേരയാണ്. നമ്മളെ ഹൈറ്റ് നിങ്ങളിപ്പോൾ എല്ലാവരും നിരന്ന് നിന്നാൽ ആർക്കെങ്കിലും ഒരേ ഹൈറ്റ് ഉണ്ടാവുമോ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളെ ഫർണിച്ചർ നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മൾക്ക് ആരോ ഉണ്ടാക്കി ഏതോ ഒരു കണക്കിന് ഉണ്ടാക്കി നമ്മളതിനെ ഒത്തുപിടിച്ച് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ടാവും. അപ്പോൾ വർക്ക് അറ്റ്മോസ്ഫിയർ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ആളുകൾ, പല ആളുകളും കൈ മുറിഞ്ഞിട്ടും തല പൊട്ടിയിട്ടും കാല് ഒടിഞ്ഞിട്ടൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു ബെൽറ്റ് മേടിച്ചാൽ, ഒരു സേഫ്റ്റി ബെൽറ്റ്, ഓനെ സിഗാലയിൽ കയറുമ്പോൾ ഒരു ബെൽറ്റ് ഇവിടെ ഇട്ടിട്ട് അതിൻ്റെ ഹുക്ക് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അതിന് എത്ര ഉറുപ്പ്യാവും? അത് ജീവിതകാലം മുഴുവനും ഓനെ സെർവ് ചെയ്യും. എല്ലാ ദിവസവും ബെൽറ്റ് മേടിക്കണോ? ഒരു 60 റിയാൽ മുടക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബെൽറ്റ് കിട്ടും. അതുകൊണ്ട് ജീവിതകാലം മുഴുവനും അവന് ഉപയോഗിക്കാം. അത് നമ്മൾ ചെയ്യൂല. ഒരു ഹെൽമെറ്റ് മേടിച്ചു കഴിഞ്ഞാൽ അതൊരു ജീവിതകാലം മുഴുവനും ഉപയോഗിക്കാം. അത് ചെയ്യൂല. പെയിൻ്റ് അടിക്കുന്നവൻ ഇങ്ങനെ നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ പോകുന്ന ആ ഒരു രൂപം ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായി? ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എത്ര പൈസ ലാഭിക്കാൻ പറ്റും അറിയാം അതിനെക്കൊണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഞാൻ കുറ്റപ്പെടുത്തല്ല, പക്ഷേ നമ്മൾ ചെറിയ ലാഭം വിചാരിക്കുമ്പോൾ ചിലപ്പോൾ എന്താ വെച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരും അതിന്. അപ്പോൾ ഈ വർക്ക് അറ്റ്മോസ്ഫിയർ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഡയറ്റിനെ പറ്റി ഞാൻ അതിൽ വന്നില്ലേ, ഡയറ്റിൽ പറയാൻ വിചാരിച്ചൊരു കാര്യമാണ്, ഞാൻ മറന്നുപോയി. ഇത് ഷുഗറാണ്. നമ്മൾ ഈ സാറിന് കുടിക്കുന്ന ഈ കുട്ടികൾക്കൊക്കെ മേടിച്ചു കൊടുക്കുന്ന സാധനങ്ങളിലുള്ള ഷുഗറിൻ്റെ അളവാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഒരു ക്യാന് കോക്കിൽ 39 ഗ്രാം ഷുഗറുണ്ട്. സാറിന് ഒരു സ്പൂണിൽ 3 ഗ്രാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 12-13 സ്പൂൺ ഉണ്ടാവും. ഒരു സ്പൂണിൽ നമ്മൾ 4 ഗ്രാം കണക്കാക്കിയാൽ 10 സ്പൂൺ ഉണ്ടാവും. നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ 10 സ്പൂണ് ഷുഗർ ഇട്ട് കഴിഞ്ഞാൽ അതൊന്ന് നോക്കിക്കോളൂ എത്ര ഉണ്ടാവും. ഇതാണ് നമ്മൾ കഴിക്കുന്നത്. ഇപ്പോൾ മൂക്കറ്റം ഫഹമ അടിച്ച് കയറ്റിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഇത് ഒഴിക്കുന്നത്. മനസ്സിലല്ലേ? ഇത് തന്നെ ഒരു 1.5 ഫഹമുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഡേഞ്ചറാണ്. അത് ഉപയോഗിക്കാം, പക്ഷേ ഈ ഷുഗർ ഫ്രീ ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽസ് ഉണ്ടല്ലോ, അതെപ്പോഴും നാച്ചുറൽ ആയിക്കൊള്ളുന്നില്ല. ഏതോ ഒരു ഇല ഉണ്ട് ഷുഗർ ടേസ്റ്റ് വരുന്ന, അതൊന്നും അവർ ഉപയോഗിക്കണമെന്നില്ല. ചിത്രത്തിൽ കാണിക്കും, പക്ഷെ ഉപയോഗിക്കുന്ന വേറെന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ടേസ്റ്റ് നമ്മൾ കയ്യിൽ നിന്ന് ഒഴിവാക്കണം. ഇപ്പോൾ ഡയറ്റിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച വേറൊരു കാര്യം വെച്ചാൽ ബക്കാല സാധനങ്ങൾ ഒഴിവാക്കാൻ വേണം. എപ്പോഴെങ്കിലും നമ്മൾ അല്ല, അത് അവരുടെ ബിസിനസ് നടക്കും. എങ്ങനെ ആരെങ്കിലും ഇപ്പോൾ ട്രിപ്പിനൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ. പക്ഷേ അധികം ആളുകളും രാവിലെ എണീച്ച് ബക്കാലിൽ നിന്ന് എന്താണ് കേക്ക് എന്തെങ്കിലും മേടിച്ച് നമ്മൾ പാക്ക് ചെയ്ത സാധനങ്ങൾ ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒഴിവാക്കും. മനസ്സിലായി? പിന്നെ പഠിച്ചോൻ്റെ തോഫിക്ക് ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് പോകും, അത് വേറെ വിഷയം. പക്ഷേ നമ്മൾ നമ്മളുടെ ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ആ സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ തന്നെ വേണം. പാക്കേജ് സാധനം, ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള അൾട്രാ പ്രോസസ്ഡ് ഫുഡ് എന്ന് പറയുന്ന സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കണം. മനസ്സിലായി? ഫാക്ടറി സാധനങ്ങൾ ഒഴിവാക്കണം. അത്യാവശ്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, ഇടയ്ക്കൊക്കെ ഒരു ടേസ്റ്റിനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു അത്യാവശ്യ ഘട്ടത്തിലൊക്കെ അതൊക്കെ പഠിച്ചോൻ്റെ ബോഡിയിൽ അങ്ങനെയുള്ള സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ കുറേയൊക്കെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും. പക്ഷെ ഒരു ആദത്ത് നിന്നുള്ള നിലക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഫാക്ടറി സാധനങ്ങൾ കയ്യിൽ നിന്ന് ഉപയോഗിക്കുക. എന്താണ് നമ്മളെ വല്യപ്പന്മാർ കഴിച്ചത് അത് അനുസരിച്ച് അവർ പെപ്സി ഇതൊന്നും കുടിച്ചിട്ടൊന്നുമല്ലല്ലോ 100 കൊല്ലം ജീവിച്ചത്. അപ്പോൾ നമ്മൾ ഡയറ്റ് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ നോക്കേണ്ടത് എന്താണ് ഒരു പ്രദേശത്ത് ആളുകൾ പണ്ട് മുതലേ കഴിച്ചു കൊണ്ടുവന്നിരുന്ന ആ സാധനങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത്. മനസ്സിലായി? മറ്റുള്ളതൊക്കെ ഒരു ടേസ്റ്റിന് ഇപ്പോൾ ഒരു ബർഗർ എപ്പോഴെങ്കിലുമൊക്കെ കഴിച്ചെന്ന് വിചാരിച്ചിട്ട് പ്രശ്നമില്ല. ഇപ്പോൾ ഒരു റോസ്റ്റ് നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ മാസത്തിൽ 2 ആവാം എന്ന് അല്ലാഹുഅലം എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ അതിൽ കൂടുതലാവുമ്പോൾ പ്രശ്നം തന്നെയാണ്.
അതേപോലെ തന്നെ ഇവിടെ കണ്ടുവരുന്ന വേറെ എന്ന് വെച്ചാൽ ഒരു ബ്രോസ്റ്റ് ഒരാൾ ഒരു നുസ് ബ്രോസ്റ്റ് ഒറ്റയടിക്കാൻ കഴിക്കാൻ. ഞാൻ നമ്മളെ ഫാമിലിയിൽ ഒരു നുസ് മേടിച്ചാൽ ഞാൻ വൈഫും 3 മക്കളും കഴിക്കും, ഓരോരുത്തരും ഓരോ പീസ്. അതേപോലെ തന്നെ നമ്മൾ ചോക്ലേറ്റ് മേടിക്കും, പക്ഷെ മേടിക്കുമ്പോൾ നമ്മൾ കുട്ടികളോട് എന്താ പറയുന്നത്, നിങ്ങൾ ഷെയർ ചെയ്യണം. ഇവർ കണക്കാക്കി ഒരു 200 ഗ്രാം ഞാൻ ഒറ്റയടിക്ക് തിന്നണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയോ? അല്ല, ടേസ്റ്റിൻ്റെ കാര്യമേ ഉള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ ടൈൽസായിട്ട് വെച്ചിട്ടുള്ള എന്തിനാ, അതിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ടുള്ള എന്തിനാ, അതൊരു കഷ്ണം എടുത്ത് ബാക്കി ചുറ്റിട്ട് അവിടെ വെക്കാനാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ആ രൂപത്തിൽ. അതേപോലെ തന്നെ കുട്ടികളുള്ളപ്പോൾ ഐസ്ക്രീം അതുപോലുള്ള സാധനങ്ങൾ അവരെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഒറ്റ അടിക്ക് ആ കപ്പ് മുഴുവൻ, ഈ കപ്പിൻ്റെ സൈസ് ആരാ തീരുമാനിച്ചത്, മനസ്സിലായില്ലേ? അപ്പോൾ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഒറ്റ അടിക്ക് കുട്ടികൾ വലിയ സ്കൂപ്പ് എടുത്തിട്ട് ഒറ്റ അടിക്ക് തൊണ്ടയിലേക്ക് അടിക്കുന്ന രൂപത്തിൽ കഴിക്കാൻ അവർ അനുവദിക്കരുത്. വായിൽ വെച്ച് ടേസ്റ്റ് ആസ്വദിച്ച് കുറച്ച് മെൽറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അത് ഇറക്കാന്നുള്ളതാണ്. അല്ല അവരെന്ന് വെച്ചാൽ ഒരു ആർത്തി പോലെയാണ്, ഒറ്റ അടിക്ക് വെച്ചിട്ട് ഒറ്റ അടി. നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഉള്ളത് നമ്മളെ പോസ്ചറാണ്, മനസ്സിലായില്ലേ? നമ്മൾ നേരെ നിൽക്കണം. നമ്മൾ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ മൂക്ക് നമ്മളിവിടെ വിരൽ വെച്ച് കഴിഞ്ഞാൽ വിരൽ നേരെ നിൽക്കണം. ഇത് ഇങ്ങോട്ടും പറ്റൂല ഇങ്ങോട്ടും പറ്റൂല, നേരെ നിൽക്കണം ഇവിടെ. ഇതാണ് നമ്മളെ പോസ്ചർ. ഇപ്പോൾ അല്ലാഹു അഅലം, നിങ്ങൾക്ക് ഞാൻ എവിടെയോ വായിച്ചൊരു ഓർമ്മയുണ്ട്, നിസ്കാരത്തിലാണെങ്കിലും ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അത്തഖ്വ ഹാ ഹുന എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോ അല്ലാഹു അഅലം, എനിക്കങ്ങനെ എവിടെയോ ഉമർ റളിയല്ലാഹു അൻഹു ആരോ പറഞ്ഞതായിട്ട് എവിടെയോ പലതിനും കൂടെ കഴിഞ്ഞു പോയതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഉറപ്പില്ല, തബ്ലീഗിൻ്റെ ക്ലാസ്സുകളും അവലൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ എവിടെയോ വായിച്ചൊരു ഓർമ്മ. എന്താണെങ്കിലും നമ്മൾ നിസ്കാരത്തിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും നടു നേരെ വെക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ റുക്കോയിലും സുജൂദിലും നടു നിവർത്താത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിൽ നിന്ന് കട്ടെടുത്തു എന്നാണ്. റുക്കോയിലും സുജൂദിലും നടു നിവർത്താത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിൽ നിന്ന് കട്ടെടുത്തു എന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കോയിൽ പോയി കഴിഞ്ഞാൽ മേലെ ഒരു പാത്രം വെള്ളം വെക്കാൻ പറ്റുന്നുള്ളതാണ്, അത് തുളുമ്പില്ല എന്നാണ്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നിസ്കാരം നമ്മൾ ശ്രദ്ധിക്കണം. അത് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ പോസ്ചർ ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാവും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പോസ്ചർ ശരിയാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നിരുന്നത് എന്താണ്, ഒരു കുന്ന് ഇറങ്ങി വരുന്ന ഒരാളെ പോലെയായിരുന്നു. നമ്മൾ കുന്നിറങ്ങുമ്പോൾ നമ്മൾ പോസ്ചർ എങ്ങനെയായിരിക്കും, നമ്മൾ കുന്ന് കയറുമ്പോൾ ഇങ്ങനെ മടങ്ങിയിട്ടായിരിക്കും അല്ലേ, ഇറങ്ങുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിരിക്കും, മനസ്സിലായില്ല? അപ്പോൾ ആ രൂപത്തിനാണ് നമ്മൾ പോസ്ചർ, നമ്മൾ നിൽക്കുമ്പോഴുള്ള പോസ്ചർ നമ്മൾ ശ്രദ്ധിക്കണം. ഇരിക്കുമ്പോഴുള്ള പോസ്ചർ ഇതാണ്. അപ്പോൾ ഞാൻ നോക്കിയാൽ ഇങ്ങനെ നോക്കരുത് നേരത്തെ ഓരോരുത്തർ ഇരിക്കുന്ന കോലം നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇരുത്തുണ്ടല്ലോ, ഇത് നടുവിന് ഭയങ്കര സ്ട്രെയിനാണ്. നമ്മൾ ഇരിക്കുമ്പോൾ ആ അരക്കെട്ട് ചാരിനോട് അടുപ്പിച്ചിരിക്കണം, മനസ്സിലായില്ല? അതെ, അരക്കെട്ട് ചാരിനോട് അടുപ്പിച്ചിരിക്കും, കണ്ടില്ലേ? ഇവിടെ വരണം. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സോഫ കിടക്കാനും കൂടെ കണക്കാക്കിയിട്ട് ഉണ്ടാക്കുന്നു. അതിൻ്റെ കണക്കുണ്ടല്ലോ, ഈ തുടയലിൻ്റെ കണക്കിലല്ല, സോഫ കുറച്ചും കൂടെ വലുതായിരിക്കും. അത്യാവശ്യം ഒന്ന് കിടക്കാൻ വേണ്ടി കണക്കാക്കുന്നതാണ്, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിവിടെ മുട്ടും, ഇവിടെ കുറേ സ്ഥലം ബാക്കിയുണ്ടാവും. അപ്പോൾ അവിടെ ഒരു കുഷ്യൻ വെച്ചിട്ടുണ്ട്, അത് എവിടെ വെക്കാനുള്ളതാണ്. നമ്മളടുത്ത് തലക്ക് അതിലേക്ക് എടുത്ത് മടിയിൽ വെക്കും, കാലിനിടയിൽ എവിടെയെങ്കിലൊക്കെ. അപ്പോൾ ആ ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു കുഷ്യൻ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ തലയാണി എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഈ ഒരു പോർഷൻ നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ ഇതാണ് സാധാരണ നമ്മൾ ഇരിക്കേണ്ട പോസ്ചർ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ കസാരൻ്റെ ഹൈറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ എല്ലുണ്ടല്ലോ, തുടയെല്ല് നിലത്തിന് പാരലായിരിക്കണം. ഇങ്ങോട്ടും ആകാൻ പാടില്ല, ഇങ്ങോട്ടും ആകാൻ പാടില്ല, മനസ്സിലായില്ല? അപ്പോൾ ഇതനുസരിച്ചിട്ട് ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കൈ ഇവിടെ വരണം. നമ്മൾ കൈ എവിടെയെങ്കിലും താങ്ങിയിട്ട് ഒരിക്കലും നമ്മുടെ ബോഡിയുടെ വെയിറ്റ് കയ്യിലേക്ക് കൊണ്ടുവരരുത്. കുറച്ച് നേരമൊക്കെ ഓക്കെ, പക്ഷെ നമ്മൾ എപ്പോഴും ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കയ്യിലേക്ക് വെയിറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ താടിയെല്ലിൽ ഇവിടെ തലക്ക് വെയിറ്റ് കൊടുക്കുക, അങ്ങനെ എവിടെയും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. നമ്മുടെ വെയിറ്റ് ഇരിക്കുമ്പോൾ വരേണ്ടത് ഇവിടെയാണ്, ഈ എല്ലിലാണ് വെയിറ്റ് വരേണ്ടത്. ഇവിടെ കൊണ്ട് വെയിറ്റ് വരാൻ പാടില്ല. ഇവിടെ വെയിറ്റ് വന്നു കഴിഞ്ഞാൽ നടുവാകെ പ്രശ്നമാവും.
അപ്പോൾ വെയിറ്റ് വരേണ്ടത് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകണം വെയിറ്റ്. അതിനെന്താണെന്ന് വെച്ചാൽ ചെസ്റ്റ് സ്ട്രെയിറ്റ് ആക്കിയിട്ട് നമ്മൾ നിവർത്തിയിരുന്നാലേ അത് ആവുള്ളൂ. ഡ്രൈവർമാർ കുറേ ഉണ്ടാവും. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പം ഇരിക്കേണ്ട രൂപമാണത്. മനസ്സിലായില്ലേ? അധികം ആളുകളും ആദ്യത്തെ ഈ 2 രൂപത്തിലായിരിക്കും. ഒന്നെങ്കിൽ ഭയങ്കര സൗദികളൊക്കെ കാണും ഇങ്ങനെ കിടന്നിട്ടൊക്കെ ഓടിക്കുന്നു. മനസ്സിലായില്ല? അതുകൊണ്ട് ആക്സിഡൻറ്റും ഉണ്ടാവും. അവൻ്റെ കഴുത്തിൻ്റെ ഒക്കെ ഒരു കോലായിരിക്കും, നടുവിൻ്റെയൊക്കെ. അപ്പോൾ ഈ രൂപത്തിൽ കുറച്ച് നമുക്കൊരു 90 ഡിഗ്രി എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ചൊരു 10 ഡിഗ്രിയൊക്കെ കുറച്ച് ബാക്കോട്ടാക്കും. നമ്മൾ ഇപ്പോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമ്മൾ ബ്രേക്കിൽ നമ്മൾ കാല് പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു കേവ് ഉണ്ടായിരിക്കണം. മുഴുവൻ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പ്രസ് ചെയ്യുന്ന രൂപമാണെങ്കിൽ നമ്മൾ നടുവിനും കഴുത്തിനൊക്കെ അത് ബാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇത് ശരിക്കും കാണിച്ചിട്ടില്ല, ഈ ഹെഡ് റെസ്റ്റ് നമ്മൾ ഉപയോഗപ്പെടുത്തണം. പ്രത്യേകിച്ച് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ പെർപ്പസ്ഫുള്ളി എന്ത് ചെയ്യണം, നമ്മൾ തല ഹെഡ് റെസ്റ്റേക്ക് വെക്കണം. മനസ്സിലായില്ല? അപ്പോൾ ആ രൂപത്തിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യേണ്ടത്. പിന്നെ ഒന്ന് നമ്മൾ സാധനങ്ങൾ എടുക്കുന്ന രൂപമാണ്. ഇതിടും പല ആളുകൾക്കും പ്രശ്നമാണ്. പിന്നെ ഈ സെയിൽസ്മാൻമാരും മറ്റുള്ള ജോലിക്കാരൊക്കെ അവരധികം എന്ത് ചെയ്യുന്നത് ഇങ്ങനെ കുനിഞ്ഞിട്ടാണ് സാധനം എടുക്കുന്നത്. മനസ്സിലായി? ഇത് ഭയങ്കര പ്രശ്നമാണ്. നമ്മളൊരു സാധനം എടുക്കുന്നുണ്ടെങ്കിൽ ആ സാധനത്തിൻ്റെ അടുത്ത് നിൽക്കണം. ഒന്നാമത് സാധനത്തിൻ്റെ അടുത്ത് നിൽക്കണം. ദൂരം നിന്ന് ഏന്തി എടുക്കരുത്. നമ്മൾ എന്താണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അടുത്ത് നിൽക്കണം. രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലെന്ത് ചെയ്യണം, വിടർത്തി വെക്കണം. കാല് ഇങ്ങനെ അടുപ്പിച്ച് വെക്കുന്നതിനെക്കാട്ടിയും കാല് കുറച്ച് വിടർത്തി വെക്കണം. എന്നിട്ട് നമ്മൾ നേരെ ഇരിക്കുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? ഇപ്പോൾ നടു ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് നമ്മൾ ഇരിക്കണം. ഇപ്പോൾ എത്രയാണോ നമുക്ക് പോകേണ്ടത് അത്രയും നമ്മൾ എന്ത് ചെയ്യണം, ഇരിക്കണം. നടു വളക്കാൻ പാടില്ല. എന്നിട്ട് ഐഡിയലി നമ്മളെ കൈനെ കൊണ്ട് പൊക്കാവുന്നതേ നമ്മൾ എടുക്കേണ്ടുള്ളൂ. മനസ്സിലായില്ല? നമ്മൾ കൈ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഫുൾ വെയിറ്റ് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. നമ്മുടെ ഈ മസിൽ ഇൻവോൾവ് ആകുന്നില്ല. ഇത് ഇൻവോൾവ് ആകുമ്പോൾ ഇവിടെ ഫിക്സ് ആവും. ആ വെയിറ്റ് ഇവിടെ വരുമ്പോൾ ഇവിടെ വെയിറ്റ് എടുക്കാനുള്ള മസിലൊന്നും ഇല്ല വലുതായിട്ട്. മനസ്സിലായില്ല? അപ്പോൾ ഇവിടെയുള്ള സ്ട്രെയിന് വരും. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പൊക്കാൻ പറ്റുന്ന വെയിറ്റാണ് എടുക്കാൻ ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ സഹായം നമ്മൾ തേടണം. ഇനി അല്ല അങ്ങനത്തെ ഒരു സാഹചര്യമാണെങ്കിൽ യു വിൽ ടേക്ക് റിസ്ക്. അത് പിന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ അനുഭവിച്ചു തന്നെ പറ്റുള്ളൂ. അപ്പം അത് ചെയ്യാം. അതിപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പിന്നെ സാധനങ്ങൾ എടുക്കേണ്ടത്. പിന്നെ ഉള്ളത് നമ്മൾ ഉറക്കത്തിൻ്റെ പോസ്റ്റാണ്. മനസ്സിലായില്ലേ? ഉറങ്ങുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 10-8 മണിക്കൂർ, ചിലപ്പോൾ വെള്ളിയാഴ്ച ആകുമ്പോൾ 10-12 മണിക്കൂറൊക്കെ ആവും. ഉറക്കത്തിനെ പറ്റിയ വേറൊരു കാര്യം വെച്ചാൽ ഇവിടെയുള്ള വേറൊരു പ്രശ്നം, നമ്മളധികം ഈ ഫാമിലിയുള്ള ആളുകൾ നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്നത് ചിലപ്പം 12 മണിക്കൊക്കെ ആയിരിക്കും. അതുവരെ കുട്ടികൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കുട്ടികൾ 8-8:30 മണിയാകുമ്പോൾ അവർ ഉറങ്ങണം. മനസ്സിലായില്ലേ? അവരുറങ്ങണം. ഇവർ കുട്ടികൾ 10-12 മണി വരെ കാത്തു നിന്നിട്ട് അവർ രാവിലെ 6 മണിക്ക് പിന്നെ സ്കൂൾ മദ്രസയിൽ പോകുന്ന ഒരു സ്വഭാവം, അത് അവർ അഡാപ്റ്റ് ചെയ്യും. പക്ഷേ അത് അവരുടെ പെർഫോമൻസിന് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മൾ കുറച്ചൊന്ന് പ്ലാൻ ചെയ്യുക. ഒരു യശാൻ്റെ സമയത്ത് ബ്രേക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുക. നമ്മൾ റൂമിലെത്തിയിട്ട് പിന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്ന ഒരു രാത്രിയത്തെ ഭക്ഷണം എന്ത് ചെയ്യാം, ഒന്നുകിൽ നമ്മൾ ഫാമിലി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സോ ഒരു പഴവും ഷെയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നട്ട്സും പഴമൊക്കെ മിക്സ് ചെയ്തിട്ടൊരു ഒരു മിൽക്ക് ഷേക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ. മനസ്സിലായാലും പിന്നെ മിൽക്ക് ഷേക്ക് പറഞ്ഞപ്പോഴാണ് പാല് അധികവും ഇളം ചൂടിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മനസ്സിലായി? തണുത്ത പാല് കുടിക്കുന്നതിനെക്കാട്ടിയും ഇളം ചൂടിൽ പാല് കുടിക്കുന്നതാണ് നമ്മളെ ദഹനത്തിനും വയറിനൊക്കെ നല്ലത്. അപ്പം എന്താണെങ്കിലും ആ സമയം നമ്മൾ എന്ത് ചെയ്യാം, കുക്കിങ്ങിന് വല്ലാണ്ട് മെനക്കെടാതെ എന്തെങ്കിലും ഒരു ലൈറ്റായിട്ടുള്ള ഒരു പടച്ചോനുണ്ടാക്കിയ ഫാസ്റ്റ് ഫുഡ് എന്ന് പറയുന്ന ഈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് സുഖമായിട്ട് കഴിച്ച് പെട്ടെന്ന് തന്നെ ഉറങ്ങുന്ന ഒരു രൂപത്തിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ തലേണയുടെ രൂപം നമ്മൾ മലന്ന് കിടക്കുമ്പം ഇത് ഏകദേശം ലെവലാണ്. നമ്മുടെ ഇവിടെ വലിയൊരു തലയണ കൊണ്ടേ വെക്കേണ്ട ആവശ്യമില്ല ഈ രൂപത്തിൽ. മനസ്സിലായി? ഇത് നമ്മളെ കഴുത്തിനെ ബാധിക്കും. അപ്പോൾ തലയണ മലന്ന് കിടക്കുമ്പം
ചെറുത് ഉപയോഗിക്കുകയാണ്. ചരിഞ്ഞ് കിടക്കുമ്പം ഈ ഒരു തോളിൻ്റെയും കഴുത്തിൻ്റെ ഇടയിലുള്ള ഈ ഒരു ഗ്യാപ്പ് കവർ ചെയ്യുന്ന രൂപത്തിലുള്ള തലയണ ഉപയോഗിക്കണം. എന്നുവെച്ചാൽ കഴുത്ത് നേരെ നിൽക്കണം. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഈ ബെഡ് വല്ലാണ്ട് ഹാർഡാവാനും പറ്റൂല, എന്നാൽ ഭയങ്കര സോഫ്റ്റും പറ്റൂല. മനസ്സിലായി? മാർക്കറ്റിലെല്ലാം കിട്ടും, അതിൽ ഓരോരുത്തർക്ക് തോന്നിയതൊക്കെ അടിച്ചു വിടും. അപ്പോൾ ആളുകൾ വിൽക്കുന്ന സിഗരറ്റ് ഹറാമാണെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് വിൽക്കുന്നു എന്നൊക്കെ ചോദിക്കുന്ന പോലെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ മാർക്കറ്റിൽ എല്ലാം ഉണ്ടാവും. നമ്മളെന്ത് ചെയ്യണം? നോക്കി കണ്ട് കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ഇൽമനുസരിച്ച് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ വല്ലാണ്ട് കുഴിയുന്ന ഇതുണ്ടാവില്ല. ഒരു 5 സെൻറ്റിയൊക്കെ നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ ഒരു 5 സെൻറ്റി അമരുന്ന രൂപത്തിലുള്ള ബെഡ്, അല്ലെങ്കിൽ ഒരു 10 സെൻറ്റി മാക്സിമം. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾക്ക് പിന്നെ വല്ലാത്ത ഹാർഡാവാനും പറ്റില്ല, വല്ലാണ്ട് കുഴിയുന്ന രൂപത്തിലും പറ്റില്ല. അതേപോലെ തന്നെ നമ്മൾ ചിലപ്പം വലിയ വില കൊടുത്ത് ബെഡ് മേടിച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? അങ്ങ് അമർന്നു പോകും. നമ്മൾ ശരിക്കും നാട്ടിലൊക്കെ ആണെങ്കിലും എടുത്ത് വെയിലത്തൊക്കെ ഇട്ട് അതിനൊന്ന് എന്താണ് റിവൈവ് ചെയ്യും. ഒന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ ആഴ്ചയും നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റുമ്പോൾ ബെഡ് തിരിച്ചു മറിച്ചു വിടണം. മനസ്സിലായോ? ഒന്ന് നമ്മൾ തലഭാഗം കാലുമലാക്കുക, അടുത്ത പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യുക? അതിനെ അപ്സൈഡ് ഡൗൺ ആക്കുക. അങ്ങനെ എന്ത് ചെയ്യാം? അതിൻ്റെ പ്രഷർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബെഡ് നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. അല്ലാണ്ട് നമ്മളെപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ ആയിരിക്കും നമ്മൾ പോയിരിക്കുക. നമ്മളെ സ്വഭാവം അങ്ങനെയാണല്ലോ. നമ്മൾ ഇരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും, നമ്മൾ മുട്ട് കുത്തി നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ നിരന്തരമായിട്ട് വരുമ്പോൾ അതൊക്കെ ഡാമേജ് ആവും. മനസ്സിലായി? അപ്പോൾ ഓരോ ആഴ്ച നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റുമ്പോൾ എന്ത് ചെയ്യാം? പിന്നെ ആ ബെഡിൻ്റെ പൊസിഷൻ തിരിച്ചു മറിച്ച് വിടാം. അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ തൽക്കാലം ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വാഖിറു ദഅവാന വനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.